وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله. عليه توكلت وإليه أنيب. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أشرف مولود. صلى الله وسلم على سيدنا ومولانا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. صدق الله مولانا العظيم. إن لم يكن في معادي آخذا بيدي فضلا وإلا فقل يا زلة القدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. حشاه أن يحرم راجي مكارمه أو يرجع الجار منه غير محترم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനികളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക എന്നതും ആ ഖുർആനിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ കേൾക്കുക എന്നതും
പഠിക്കുക എന്നതും അതെല്ലാം ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പരിശ്രമിക്കുക എന്നതുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയ ഒരു സന്ദേശമാണ് പരിശുദ്ധ റമദാനിൽ നമ്മുടെ എല്ലാ സമയവും അല്ലാഹുവിൻ്റെ മാർഗത്തിലായി ഉപയോഗപ്പെടുത്തുക എന്നത്. അൽഹംദുലില്ലാഹ്, ഇന്ന് റമദാനിൻ്റെ അഞ്ചാമത്തെ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ നോമ്പും നിസ്കാരവും മറ്റ് എല്ലാ അമലുകളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എല്ലാം നിർവഹിച്ച് അത് സ്വീകരിക്കാതെയായി പോയാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിന്റെ തുടക്ക ഭാഗമാണ് നമ്മൾ ഇവിടെ ഓതിയതും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ സത്യനിഷേധികളായ ആളുകൾക്കുള്ള മുന്നറിയിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യത്തെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാമാണ് എന്നതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകൾ പരലോക വിശ്വാസം ഉള്ളവരാണ്. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തെ സംബന്ധിച്ച് ഉറപ്പിക്കുന്നവരാണ്, ഉറച്ചു വിശ്വസിക്കുന്നവരാണ്, അതിൽ യാതൊരു സംശയവും ഇല്ലാതെ. അങ്ങനെയുള്ള വിശ്വാസികൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ പരലോകത്ത് ശിക്ഷ നൽകും. സത്യനിഷേധികൾക്ക് മാത്രമല്ല, വിശ്വാസമില്ലാത്തവർക്ക് മാത്രമല്ല, വിശ്വാസമുള്ളവർക്ക് തന്നെ ചെയ്തു പോയ തെറ്റുകൾ കാരണം തൗബയില്ലാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കും നരകമുണ്ട്. നരകത്തിന്റെ 7ാമത്തെ കവാടം മിൻ ഉമ്മത്തിക്കല്ലദീന മാതു വലം യതൂബു, നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട തൗബയില്ലാതെ മരിച്ചുപോയ ആളുകൾക്കാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വളരെ ലജ്ജയോടെ വന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കേട്ട് കരഞ്ഞ്, ദിവസങ്ങളോളം കരഞ്ഞ് വാതിലടച്ചിരുന്ന് കരഞ്ഞ സംഭവം മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരും ആ ശിക്ഷയെ ആഗ്രഹിക്കുന്നില്ല, നരകത്തെ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുമ്പോഴെല്ലാം അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചും അല്ലാഹു പരലോകത്ത് നൽകാൻ പോകുന്ന സ്വർഗീയമായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുമെല്ലാം വ്യക്തമായി പറയും. واعلموا أن الله شديد العقاب,
വഅന്ന അല്ലാഹ ഗഫൂറുർ റഹീം. ഒറ്റ ആയത്തിൽ തന്നെ അല്ലാഹു പറയുകയാണ്, വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിശ്ചയം അല്ലാഹു തആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, ശക്തമായ ശിക്ഷ നിങ്ങൾക്ക് നൽകും. വഅന്ന അല്ലാഹ ഗഫൂറുർ റഹീം, അതേ റബ്ബ് തന്നെ തീർച്ചയായും നിങ്ങൾക്ക് പുറത്തു തരികയും നിങ്ങൾക്ക് ധാരാളം കാരുണ്യം ചൊരിയുകയും ചെയ്യും. അപ്പോൾ അല്ലാഹു തആല അവനാണല്ലോ നമ്മെ സൃഷ്ടിച്ചത്, പരിപാലിക്കുന്നത്. റബ്ബുൽ ആലമീൻ, എല്ലാ ലോകരെയും പരിപാലിക്കുന്നത് അല്ലാഹു ആണല്ലോ. അതുകൊണ്ട് ആ റബ്ബിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ജീവിക്കാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷകൾ നിശ്ചയിച്ചിരിക്കുകയാണ്. അത് അന്യായമല്ല, അത് അവരവർ ചെയ്തതിനുള്ള ശിക്ഷ മാത്രമാണ്. അന്യായമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെയും ശിക്ഷിക്കുകയില്ല. പരിശുദ്ധമായ ഖുർആൻ പല സ്ഥലങ്ങളിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളോട് ചെയ്യുന്ന അക്രമങ്ങൾ, ആ അക്രമങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കുന്നത്. അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്യായമായി ഒരാളെയും ശിക്ഷിക്കുകയില്ല. പരിശുദ്ധമായ റജബ് മാസത്തെ സംബന്ധിച്ചു, അതുപോലെ മറ്റ് പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചപ്പോൾ മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞ് റജബ് മാസത്തെ, ദുൽഖഅദ് മാസത്തെ, ദുൽഹജ്ജ് മാസത്തെ, അതുപോലെ മുഹറം മാസത്തെ, ഇങ്ങനെ 4 മാസത്തെ പ്രത്യേകമായി പരിഗണിക്കണം. ആ മാസങ്ങളിൽ യുദ്ധം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. ആ മാസങ്ങളെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു പ്രയോഗിച്ചു, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളോട് അക്രമം കാണിക്കാൻ പാടില്ല. ഒരാൾക്ക് ഖബറിൽ ശിക്ഷ നൽകപ്പെടുന്നുവെങ്കിൽ, ആഖിറത്തിൽ ശിക്ഷ നൽകപ്പെടുന്നുവെങ്കിൽ, അതെല്ലാം അവരവർ സ്വന്തം നഫ്സുകളോട് കാണിക്കുന്ന ക്രൂരതയാണ്. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങളുടെ ശരീരങ്ങളോട് നിങ്ങൾ തെറ്റുകൾ ചെയ്തതാണ്. ഇവിടെ എന്ത് തെറ്റ് ചെയ്താലും അതിന്റെ ശിക്ഷ നമ്മുടെ ശരീരം തന്നെ അനുഭവിക്കേണ്ടി വരും. പരിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് താക്കീത് നൽകിയത്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ സ്വന്തം നഫ്സുകളെ, നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കോ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് അതേ അന്നാസു വൽ ഹിജാറ, കല്ലുകളാണ്, ജനങ്ങളാണ്. മനുഷ്യ ശരീരങ്ങളും കല്ലുകളും അവിടെ കത്തിക്കപ്പെടുകയാണ്. ഞാൻ അതിന്റെ ചൂടും ആഴവും ഒക്കെ ഇന്നലെ ചെറിയ നിലയിൽ പറഞ്ഞല്ലോ. അത് മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമാണ്. 3000 കൊല്ലം കത്തിക്കപ്പെട്ട നരകം. ഇവിടെ നമ്മൾ നമ്മുടെ അടുപ്പിൽ കത്തിച്ച തീ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ, ഒരു വെള്ളം ചൂടാക്കാൻ, അല്ലെങ്കിൽ മറ്റ് വിഭവങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ ഗ്യാസ് അടുപ്പിലോ അല്ലെങ്കിൽ കരണ്ട് അടുപ്പിലോ അല്ല മറ്റേ പുകയില്ലാത്ത അടുപ്പിലോ പുകയുള്ള അടുപ്പിലോ ഏതെങ്കിലും അടുപ്പിൽ നമ്മൾ തീ കത്തിച്ചാൽ കരണ്ടിന്റെ അടുപ്പിൽ തീ കത്തിക്കൂല അല്ലേ? അപ്പോ അങ്ങനെയുള്ള ആ തീ, ഒരു ചായ, ഒരു 2 ഗ്ലാസ് ചായ പതച്ചു വരാൻ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് സമയമെടുക്കും. ആ ഒരു തീയിൽ നമ്മുടെ കൈ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ പോകട്ടെ ഒരു 30 സെക്കൻഡോ
ഒരു 30 സെക്കൻഡ് ഒരു തീയിലോ അല്ല ഒരു മെഴുകുതിരിയുടെ കത്തുന്ന സ്ഥലത്തോ നേരെ ഇങ്ങനെ വെക്കാൻ ആർക്കാണ് കഴിയുക? ഒരാൾക്കും കഴിയൂല. നമ്മുടെ കൈ പൊള്ളിപ്പോകും, ശരീരം കത്തിപ്പോകും. തീ കൊണ്ട് കളിച്ചാൽ അത് ചെറിയ കളിയല്ല. തീക്കളി എന്ന് പറയില്ലേ, ചെറിയ കളിയല്ലല്ലോ തീക്കളി. ആ തീ 5 മിനിറ്റ് മുമ്പ് കത്തിച്ച തീയാണ്, അല്ലെങ്കിൽ 2 മിനിറ്റ് മുമ്പ് കൊടുത്ത തീയാണ്. അതേസമയം നരകത്തിലെത്തിയോ 3000 കൊല്ലം കത്തിക്കപ്പെട്ട തീയാണ്. അതിന്റെ ചൂടെത്രയായിരിക്കും? അതാർക്കാണ് സഹിക്കാൻ കഴിയുക? മനുഷ്യന് താങ്ങാനാകുമോ? അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ബഅസൻ ശദീദാ, ശക്തമായ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതേസമയം ആ റബ്ബ് തന്നെ പറഞ്ഞല്ലോ വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാതി അന്ന ലഹും അജ്റൻ ഹസനാ. അല്ലാഹു തആല കേവലം ശിക്ഷിക്കുക മാത്രമല്ല, അത് അവരവർ ചെയ്ത തെറ്റുകൾ കാരണം കൊടുക്കുന്നതാണ്. അവൻ മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ്. അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും പരിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലും ഇത് 2 കാര്യവും പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ, പിന്നെയോ ധാരാളം അമലുകളും വേണം. ചില കള്ളത്തരീഖത്തിലൊക്കെ പെട്ടുപോയ ആളുകൾ ഉണ്ട്. അവര് പറയും നിസ്കാരം വേണ്ട, അവരും ഖുർആനായത്തോതും. അതാ അതിന്റെ രസം. ഖുർആനിലൊരു ആയത്തുണ്ട്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം നിങ്ങൾക്ക് ഉറപ്പ് വരുന്നത് വരെ എന്നാണ് അവരതിനർത്ഥം വെക്കുക. എന്നിട്ട് പറയും നമുക്ക് ഉറപ്പ് കിട്ടിപ്പോയി, അതുകൊണ്ട് ഇനി ഇബാദത്ത് ചെയ്യണ്ട, ഇനി നിസ്കാരമൊന്നും വേണ്ട. കള്ളത്തരീഖത്തിൽ പെട്ടുപോകുന്ന ആളുകളിൽ ചിലർ വാദിക്കുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ പരിസരങ്ങളിലെല്ലാം ചിലപ്പോൾ എത്തിപ്പെടും. ഇപ്പോൾ നമ്മുടെ പരിസരം വിശാലമാണ്. സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ പരിസരം എന്നത് വിശാലമാണ്. അതുകൊണ്ട് പല ആളുകളും പല ക്ലിപ്പുകളും പല വീഡിയോകളും ഓഡിയോകളും എഴുത്തുകളുമെല്ലാം നമുക്ക് അയച്ചു തരും. അത്തരം ഒരു കള്ള വ്യാജ ത്വരീഖത്തിലും നമ്മൾ കുടുങ്ങിപ്പോകാൻ പാടില്ല. ഈമാൻ ഉറച്ചാ മതി, അമല് വേണ്ട എന്ന് പറയുന്ന ഒരു രൂപം ഇസ്ലാമിലില്ല. പിന്നെയോ ഈമാന് വേണം, അമലും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് രണ്ടും അടുപ്പിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. വേറെയും സ്ഥലങ്ങളിൽ നമ്മൾ പഠിച്ചതാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അസ്റിൽ പറഞ്ഞില്ലേ, വൽ അസ്ർ, കാലം തന്നെ സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. ആരാണ് വിജയം വരിച്ചവർ? ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, ഈമാനുള്ളവരും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും. ഇത് രണ്ടും ചേർത്തുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വെറും ഈമാന് മാത്രമല്ല, ഈ ആയത്തിലും യഅമലൂന സ്വാലിഹാത്ത്,
വയുബശ്ശിറൽ മുഅ്മിനീനല്ലദീന യഅമലൂനസ്സാലിഹാത്ത് എന്ന് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതേപോലെ തന്നെ സൂറത്തുൽ അസ്റിൽ പറഞ്ഞു والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. അപ്പോൾ നിങ്ങൾ നോക്കിയത് ഞാൻ ഉദാഹരണത്തിന് 2-3 സാഹചര്യം മാത്രം പറഞ്ഞതാണ്. ആമനു എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിനോട് ചേർത്തിട്ട് വഅമിലു സ്വാലിഹാത്ത്, ഇവിടെയും യഅമലൂന സ്വാലിഹാത്ത് വയുബശ്ശിറൽ മുഅ്മിനീനല്ലദീന യഅമലൂന സ്വാലിഹാത്ത്. എങ്ങനെയുള്ള മുഅ്മിനീങ്ങളാണ്? അവര് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് കള്ളത്തരീഖത്തുകാർ പറയുന്നത് പോലെ നിസ്കാരം വേണ്ട. ചിലപ്പോൾ ചില പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും അത്തരം കള്ളത്തരീഖത്തിൽ പെട്ടുപോയവർ ഉണ്ട്. അല്ലാഹു അവരെയെല്ലാം രക്ഷപ്പെടുത്തുമാറാകട്ടെ. ചില ആളുകൾ ചിലതിൽ പെട്ടുപോയാൽ പിന്നെ രക്ഷപ്പെടാൻ വലിയ പണിയാണ്, രക്ഷപ്പെടാൻ വിഷമമാണ്. അതുകൊണ്ട് ആദ്യമേ അതിലേക്കൊന്നും ചാടാതിരിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. എന്നാൽ ചില ആളുകളുണ്ട് നല്ല കർമ്മങ്ങൾ കുറെ ചെയ്താൽ മതി, വിശ്വാസം ഏതായാലും എന്താ എന്ന് പറയുന്നവരും ഉണ്ട്. അതും വലിയ അപകടമാണ്. ഈമാൻ ഉറക്കണം, ഈമാൻ ശരിയാകണം. നമ്മള് ഉസ്താദുമാര് നമ്മളോട് പറയും മുജാഹിദിന്റെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും ഒന്നും പ്രസംഗം കേൾക്കരുത്, അതിൽ പോയിരിക്കരുത്, അവരെ ക്ലാസ്സിന് പോകരുത്. എന്തുകൊണ്ട്? ഈമാൻ നഷ്ടപ്പെട്ടു. ചിലപ്പോൾ അവര് ചെയ്യുന്നത് ഭയങ്കര കർമ്മങ്ങളായിരിക്കും, പക്ഷേ ഒരൊറ്റ കർമ്മവും അല്ലാഹു തആല അവരിൽ നിന്ന് സ്വീകരിക്കൂല. പുത്തൻവാദികളിൽ നിന്ന്, ബിദഅകളിൽ നിന്ന്, വഹാബി, മൗദൂദി, തബ്ലീഗ്, ഖാദിയാനി, ഏത് ബിദഅകളുണ്ടോ അവരിൽ നിന്നൊന്നും ഒരൊറ്റ കർമ്മവും അല്ലാഹു തആല സ്വീകരിക്കൂല. എന്താ കാരണം? ഈമാൻ റെഡിയായിട്ടില്ല. ഈമാൻ റെഡിയാകണം. അതുകൊണ്ട് കർമ്മങ്ങൾ മാത്രം നന്നായാൽ മതി, വിശ്വാസം ഏതായാൽ എന്താ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പരലോകം രക്ഷപ്പെടണമെങ്കിൽ ദുനിയാവിന്റെ കാര്യമല്ല. ദുനിയാവിൽ ചിലപ്പോൾ പൈസ കൂടുതൽ അവരെടുത്തായിരിക്കും, വിധേയികളെടുത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത്. കാരണം എന്താ? എല്ലാ സക്കാത്തും ഓരല്ലേ വാങ്ങിക്കൊണ്ടുവന്നത് സംഘടനക്കാർ. സക്കാത്ത് മുഴുവനും പാവങ്ങളായ മുഅ്മിനീങ്ങളെ പറ്റിച്ചിട്ട് പ്രവാസികളെയും മറ്റുള്ളവരെയും ഒക്കെ വഞ്ചിച്ചിട്ട് സക്കാത്തിന്റെ പൈസ ഉണ്ടെങ്കിൽ അന്നേക്ക് സക്കാത്തിന്റെ പൈസ, കാരണം സക്കാത്തിന്റെ എങ്ങനെയെങ്കിലും ഒഴിവാട്ടെ എന്ന് വിചാരിച്ച് പലരും ഇങ്ങനെ ആരടുത്തെങ്കിലും അങ്ങ് കൊടുക്കും. അങ്ങനെ കൊടുത്താലൊന്നും ഒഴിവാവൂല. അതിന്റെ അർഹരായ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പൊ അത് എത്തിച്ചു കൊടുക്കാനും മറ്റുമൊക്കെ മടിയുള്ള ആളുകളെയൊക്കെ സമീപിച്ചിട്ട് നിങ്ങളെ സക്കാത്തൊക്കെ നമ്മളെ സംഘടനക്ക് അന്നേക്കെന്ന് പറഞ്ഞിട്ട് സംഘടനക്ക് സക്കാത്ത് വാങ്ങിക്കൊണ്ടുപോയിട്ട് പൈസ തേച്ച് അവരെടുത്താലുള്ള. അതുകൊണ്ട് ചിലപ്പം വലിയ വലിയ കിറ്റുകളെല്ലാം മുജാഹിദുകളാ കൊണ്ടുത്തരാ. ഏറ്റവും വലിയ കിറ്റല്ല, ഓ ഭയങ്കരം തന്നെ എന്ന് പറയും. എന്ത് ഭയങ്കരം? ഈമാൻ ഉറച്ചിട്ടില്ല. ഈമാൻ ഇല്ലാത്ത കർമ്മത്തിന് ഒരു പ്രതിഫലവും ഇല്ല. ഈമാൻ ഉറക്കണം, അല്ലാഹുവിലുള്ള വിശ്വാസം റെഡിയാകണം. അല്ലാത്ത കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. പരലോകത്ത് അതിനൊരു പ്രതിഫലവും ഉണ്ടാവുകയില്ല. ദുനിയാവിൽ ഒരു പക്ഷേ അവർക്ക് വലിയ സ്ഥാനം കിട്ടിയേക്കും, ആളുകൾ നല്ല കാര്യങ്ങൾ അവരെ സംബന്ധിച്ചു പറഞ്ഞേക്കും, പക്ഷേ പരലോകത്ത് യാതൊരു പ്രതിഫലവും അവർക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് ഈമാന് വേണം, അമലും വേണം. ഇത് രണ്ടുമാണ് നമ്മുടെ പ്രമേയം.
വിശ്വാസമുണ്ട് എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല, കർമ്മങ്ങളെല്ലാം നിർവഹിക്കണം, അപ്പോഴാണ് സ്വർഗം ലഭിക്കുക. കുറെ കർമ്മങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈമാൻ ശരിയായിരിക്കണം, അപ്പോഴാണ് സ്വർഗം കിട്ടുക. അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്ക് വയുബശ്ശിറൽ മുഅ്മിനീനല്ലദീന യഅമലൂന സ്വാലിഹാതി അന്ന ലഹും അജ്റൻ ഹസനാ. അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല പ്രതിഫലം നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചല്ലോ, അതാ അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന രംഗമുണ്ട്. മഹാനായ ഇമാം സമർഖന്ദി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന നല്ല മുഅ്മിനീങ്ങൾ അവര് മരണപ്പെടുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. എങ്ങനെയാണ് അത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ്, സുമ്മസ്തഖാമൂ, അത് പറയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ്. അവര് അതേ നിലപാടിൽ ജീവിക്കുകയാണ്, ഇസ്തിഖാമത്ത് നേടുകയാണ്, വഴികേടിലേക്ക് പോകുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന മഹത്വം എന്താണ്? തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ മലക്കുകൾ ഇറങ്ങി വരികയാണ്, മലക്കുകൾ വരികയാണ്. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ടെന്ന് സന്തോഷ വാർത്ത നൽകുകയാണ്. അല്ലതീ കുൻതും തുഅദൂൻ, അതിവിടെ ഏതെങ്കിലും ഭരണാധികാരികൾ നൽകുന്നത് പോലെയുള്ള വാഗ്ദാനങ്ങൾ മാത്രമല്ല, അല്ലാഹു നൽകിയ വാഗ്ദാനമാണ്, നിങ്ങൾക്ക് നൽകപ്പെട്ട വാഗ്ദാനമാണ്. അല്ലാഹു തആല ഇന്നഹു ലാ യുഖ്ലിഫുൽ മീആദ്, റബ്ബ് തആല അവന് ഒരു നിലക്കും ഒരു വാഗ്ദാനവും ലംഘിക്കുന്നവനല്ലല്ലോ, ഒരു വാഗ്ദാനവും അവൻ ലംഘിക്കുകയില്ല. റബ്ബ് തരുമെന്ന് പറഞ്ഞാൽ തരും. അല്ലാഹുവിൽ നമുക്ക് ഉറച്ച വിശ്വാസമുണ്ടോ? ആ റബ്ബിനെ ഭയന്ന് ജീവിക്കുന്നുണ്ടോ? അവൻ തരുമെന്ന് പറഞ്ഞാൽ തരും. സ്വർഗം അല്ലാഹു നമുക്ക് വാഗ്ദാനം ചെയ്തില്ലേ? ആ വാഗ്ദാനം ചെയ്ത സ്വർഗത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം. ആ റബ്ബ് നമുക്ക് തരുന്നു പറഞ്ഞാൽ തരും. പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞില്ലേ, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ ആരെയും കാത്തു നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ സ്വർഗത്തിലേക്ക് വന്നോ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളെ രക്ഷിതാവായ അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനം ഇതാ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുകയാണ്. തൗബയുടെ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ്. വിശുദ്ധ റമളാൻ അതേ തൗബയുടെ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുകയാണ്. റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുകയാണ്. വസാരിഊ, നിങ്ങൾ പെട്ടെന്ന് തന്നെ വരൂ. വജന്നത്തിൻ, സ്വർഗത്തിന്റെ കവാടങ്ങളും തുറന്നു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് വരൂ. ആകാശഭൂമി ലോകങ്ങളെക്കാളും വിശാലമായ സ്വർഗം, ആ സ്വർഗത്തിന്റെ വിശാലത എത്രയാണ് നമുക്കത് അളക്കാൻ കഴിയില്ല. ദുനിയാവിന്റെ എത്രയോ
ഇരട്ടി ഇരട്ടി വലിപ്പമാണ്. ആ സ്വർഗമാണ് നിങ്ങൾക്കുള്ളത്. അല്ലാഹുവിനെ ഭയന്ന് തഖ്വയോടെ തെറ്റുകളില്ലാതെ കുറ്റങ്ങളില്ലാതെ സൽക്കർമ്മങ്ങൾ മാത്രം ജീവിക്കുന്ന ആളുകളാണോ, അതേ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. ആ വാഗ്ദാനം അല്ലാഹു ലംഘിക്കുകയില്ല. ഇവിടെ ദുനിയാവിൽ എന്തെല്ലാം വാഗ്ദാനങ്ങൾ ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞമ്മക്ക് വോട്ട് തരണം, നമ്മൾ ജയിച്ചാൽ നിങ്ങൾ അടുക്കളേന്റെ ഉള്ളിൽ വരെ റോഡ്, നിങ്ങൾ അടുക്കളേന്റെ ഉള്ളിൽ വരെ ലൈറ്റ്, എന്തെല്ലാം വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനങ്ങൾക്കൊരു കുറവുമില്ല. ഏറ്റവും കൂടുതൽ നൽകിയത് ഈ ഗവൺമെന്റ് എന്ത് നൽകിയെന്ന് ചോദിച്ചാൽ കൂടുതലും വാഗ്ദാനങ്ങളാണ് നൽകിയത്. അങ്ങനെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള വാഗ്ദാനങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ ഈ പ്രാവശ്യം എന്തായാലും ഭയങ്കര സംഭവമായിരിക്കും. പക്ഷെ അതൊക്കെ നടപ്പിൽ വരുത്താൻ എത്ര കാലം കാത്തിരിക്കണം. ഏതായാലും ഞാൻ ഗവൺമെന്റിനെയോ രാഷ്ട്രീയക്കാരെയോ ഒന്നും കുറ്റം പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആ റബ്ബ് നൽകും എന്ന് പറഞ്ഞാൽ നൽകും. കാരണം എല്ലാം അവന്റെ അടുത്താണ്. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർള്. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപായപ്പെടുത്താനും അവിടുത്തെ കൂടെ വിശ്വാസികളായി കൂടിയ ആളുകളെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയും ചെയ്തത് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവര് മുഅ്മിനീങ്ങളോട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കും, മാത്രമല്ല നിങ്ങൾക്കൊന്നും തരൂല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബികളെയും നേർക്ക് നേരെ എതിരിട്ട ശത്രുക്കൾ അന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടോ? അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞാണ്, ഹുമുല്ലദീന യഖൂലൂന ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫല്ലൂ. അവര് പറഞ്ഞതാ എന്താ? അവര് പറഞ്ഞത് ലാ തുൻഫിഖൂ, നിങ്ങൾ ഒന്നും കൊടുക്കരുത് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കോ കൂടെയുള്ള ആളുകൾക്കോ നിങ്ങൾ ഒന്നും കൊടുക്കരുത്. സാമ്പത്തികമായ ഉപരോധം ഇന്ന് ഇല്ലേ? ഇസ്രായേലും അതുപോലെ മറ്റ് അമേരിക്കയും ഒക്കെ മുസ്ലിമീങ്ങളായ ആളുകളെ, അവരുടെ രാജ്യത്തെ, അവരുടെ വാസസ്ഥലങ്ങളെ എല്ലാം നശിപ്പിച്ച് റമളാൻ മാസത്തിൽ പോലും വെള്ളം കൊടുക്കാതെ ഉപരോധിച്ചു കളയുകയാണ്. ഭക്ഷണം കയറ്റി വരുന്ന സന്നദ്ധ പ്രവർത്തകന്മാരുടെ വാഹനങ്ങൾ ബോർഡറുകളിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഫലസ്തീനിലേക്ക്, ഗസയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത് അനുവദിക്കൂല എന്ന് പറയുകയാണ്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും നിരപരാധികളായ ആളുകളെ സാമ്പത്തികമായ ഉപരോധത്തിലൂടെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നത് ശത്രുക്കളുടെ എക്കാലത്തും ഉണ്ടായിരുന്ന തന്ത്രമാണ്. അത് പണ്ടുകൊണ്ട്. അതുകൊണ്ട് പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചവർക്കും കൂടെയുള്ളവർക്കും നിങ്ങൾ ഒന്നും കൊടുക്കരുത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് അതാ പ്രചോദനം നൽകുകയാണ്. നിങ്ങൾ പേടിക്കണ്ട, അവരെ കയ്യിലുള്ളത് എല്ലാത്തിന്റെയും നിയന്ത്രണം അല്ലാഹുവിന്റെ അടുക്കലാണ്. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർളി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ ഖജനാവുകൾ മുഴുവനും അല്ലാഹുവിന്റെ അടുക്കൽ, അല്ലാഹുവിന്
അല്ലാഹുവിന് ഉടമപ്പെട്ടതാണ്. വലാകിന്നൽ മുനാഫിഖീൻ ലാ യഫ്ഖഹൂൻ. പക്ഷേ ഈ കപട വിശ്വാസികൾ അവർക്കൊന്നും അറിയില്ല, അവരൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അവര് വിചാരിക്കുകയാണ് സർവ്വതും അവരെ കയ്യിലാണ് ഉള്ളത്, എല്ലാം അവരുടെ അധീനതയിലാണെന്ന് വിചാരിക്കുകയാണ്. അമേരിക്ക വിചാരിച്ചില്ലേ അവരെ കയ്യിലാണ് സർവ്വ നിയന്ത്രണവുമുള്ളത്, ലോക പോലീസാണ്, എല്ലാ ആയുധങ്ങളുമുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മേലെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് ഗർവ് നടിച്ച അമേരിക്ക, ആ അമേരിക്കയിൽ വലിയ തീപിടുത്തമുണ്ടായില്ലേ കഴിഞ്ഞ മാസം? ഏക്കർ കണക്കിന് ഭൂമികൾ കത്തി നശിച്ചു പോയില്ലേ? ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന സ്ഥലങ്ങൾ മുഴുവനും ബിൽഡിങ്ങുകൾ അടക്കം നശിച്ച് തകർന്നു പോയില്ലേ? അത് നിയന്ത്രിക്കാൻ, അത് റഡാറിൽ കണ്ടത് തടയാൻ, അവിടെ അതാ തീയണക്കാൻ എത്ര സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടും സാധിക്കാതെ വന്നില്ലേ? അതുകൊണ്ട് മനുഷ്യന്റെ കയ്യിലുള്ള സംവിധാനങ്ങൾ ഒന്നും ഇവിടെ ശാശ്വതമായതല്ല, അതൊന്നും ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് പ്രചോദനം നൽകുകയാണ്. വലില്ലാഹി ഖസായിനുസ് സമാവാതി വൽ അർദ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനാണ് എല്ലാ നിയന്ത്രണവും ഉള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന കാര്യമാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അയക്കുകയാണ്. അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന, ഇസ്തിഖാമത്ത് നേരായ വഴിയിൽ നിന്ന് തെറ്റാതെ നിൽക്കുന്ന ആളുകൾ, അവർക്ക് മലക്കുകൾ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്, അല്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞു, അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, നമ്മളെ വിശ്വാസ കാര്യങ്ങൾ മുഴുവനും അംഗീകരിച്ച ആളുകൾ, അതുപോലെ തന്നെ അവർ ഈമാനിൽ ഉറച്ചു നിന്നു, ഇസ്തിഖാമത്തിൽ ഉറച്ചു നിന്നു, അദ്ദുൽ ഫറായിദ, ഫർളായ കാര്യങ്ങളെല്ലാം അവർ വീട്ടുകയും അവർ തെറ്റായ എല്ലാ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്തഖാമു അഫ്ആലൻ കമാ ഇസ്തഖാമു അഖ്വാലൻ, പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അല്ലാഹു തആല പറഞ്ഞതുപോലെ പറയുക മാത്രമല്ല, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം സമർഖന്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. വഖാല ബഅദുഹും, ഇസ്തിഖാമത്ത് നേടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്തഖാമു അല സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെയുള്ള ആളുകൾക്കാണ് അന്നലഹും അജ്റൻ ഹസന, സ്വർഗമാകുന്ന ഏറ്റവും നല്ല പ്രതിഫലമുള്ളത്. സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സുന്നിയായി ജീവിക്കണം, സുന്നിയായിട്ട് മരിക്കണം. യഥാർത്ഥ മുസ്ലിം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ മാത്രമാണ്. മുജാഹിദുകളും ജമാഅത്തുകാരും തബ്ലീഗാരെല്ലാം വന്നിട്ട് പറയും നമ്മളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? സുന്നത്തു റസൂലില്ലാഹി വ ജമാഅത്തുസ് സഹാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തും സഹാബത്താകുന്ന ജമാഅത്തിനെയും അംഗീകരിക്കണം.
നമ്മളെല്ലാവരും എല്ലാ സ്വഹാബികളെയും അംഗീകരിച്ചവരാണ്. മുജാഹിദുകൾ അവര് പറയും 20 റക്അത്ത് തറാവീഹ് അത് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്താണല്ലോ വന്നത്. അല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതാണ്. അവിടുന്ന് 3 ദിവസം വന്ന് പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടുണ്ട്. മാത്രമല്ല ആളുകൾ അത് പിന്തുടർന്ന് നിസ്കരിച്ചിട്ടുമുണ്ട് 20 റക്അത്ത്. പക്ഷേ ഈ തറാവീഹ് ഇങ്ങനെ ആളുകൾ ആവേശം കാണിക്കുമ്പോൾ അല്ലാഹു തആല അത് പ്രതിഫലം വർദ്ധിപ്പിക്കാൻ അത് ഫർളായി നിശ്ചയിക്കുമോ എന്ന ഒരു കാര്യം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് അത് നിസ്കരിച്ചു. അതേ സമയം അത് സ്വഹാബികളെല്ലാം കണ്ട് മനസ്സിലാക്കിയതാണ്. ആ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളിൽ ഒരാളായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്ത് ആളുകളോട്, ജനങ്ങളോട് എത്രയോ സ്വഹാബികളുണ്ട്. നേരത്തെ മുത്തുനബിയെ കണ്ട് അവിടുത്തെ നിസ്കാരത്തെ എല്ലാം കണ്ട് മനസ്സിലാക്കിയ സ്വഹാബികളുണ്ട്. ആ സ്വഹാബികളോടാണ് പറയുന്നത് എന്താണ്? അതുപോലെ എല്ലാ മുഅ്മിനീങ്ങളോടാണ് പറയുന്നത്. നമ്മൾ തറാവീഹ് നിസ്കാരയില്ലേ, അതിങ്ങനെ ഒറ്റപ്പെട്ട ജമാഅത്തായിട്ട് നടക്കുന്നുണ്ട്. കുറെ ആൾ ഒറ്റക്കൊറ്റക്കല്ല നിസ്കരിക്കുന്നത്. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം തന്നെയാണ്. അത് നമ്മൾ ഒരു വലിയ ജമാഅത്തായിട്ട് നടത്തുക. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പരിഷ്കാരം. അല്ലാതെ ഇല്ലാത്തത് കടത്തിക്കൂട്ടിയതല്ല. അതുകൊണ്ട് അത് 20 റക്അത്ത് തറാവീഹ് ഉമർ കൊണ്ടുവന്നതല്ലേ? അല്ല, അത് പരിശുദ്ധമായ ദീനിൽ സ്ഥിരപ്പെട്ട എല്ലാ തെളിവുകളാലും സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്നിട്ട് മുജാഹിദ് ഇപ്പൊ 8 മതി എന്നിട്ട് ലാസ്റ്റ് ഓല് 8 ഗ്രൂപ്പായി പോയി എന്നല്ലാതെ തറാവീഹിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് വരെ അവർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരാൾ പറയും അത് 11 ആണ്, വേറൊരാൾ പറയും അത് 8 ആണ്, ചിലർ പറയും അതല്ല അത് 20 തന്നെയാണ്, ചിലർ പറയും തറാവീഹ് നിസ്കാരം തന്നെ ഇല്ല, തറാവീഹ് എന്നുള്ള നിസ്കാരം തന്നെ ഇല്ല. അത് വിത്ർ നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസാണ് അതിന് ഉദ്ധരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിലോ അല്ലാത്തപ്പോഴോ 11നേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ല. അത് വിത്റിനെ സംബന്ധിച്ചാണ്. വിത്റിലും റമദാനിലും റമദാൻ അല്ലാത്തപ്പോഴും വിത്ർ ഏറ്റവും കൂടുതൽ സുന്നത്താക്കപ്പെട്ടത്, ഏറ്റവും അഫ്ളലായ രൂപം 11 റക്അത്ത് വിത്ർ നിസ്കരിക്കലാണല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും അല്ലാത്തപ്പോഴും ഈ ഹദീസ് എടുത്തുകൊണ്ട് വന്നിട്ട് പറയും റമദാനിലും അല്ലാത്തപ്പോഴും 11 നിസ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റമദാനിൽ തറാവീഹ്, റമദാൻ അല്ലാത്തപ്പോൾ തറാവീഹ് ഉണ്ടോ? അതില്ല. ഇനി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. തറാവീഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മഅന? അതിന്റെ ഒരു മഅനയാണ് വിശ്രമങ്ങൾ എന്നാണ്. തറാവീഹ് നിസ്കാരം അതിന്റെ ഇടയിൽ വിശ്രമം ഉണ്ട്. 4 റക്അത്ത് കഴിഞ്ഞാൽ 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടി വീണ്ടും 2 റക്അത്ത് സലാം വീട്ടി, അങ്ങനെയാണല്ലോ നമ്മൾ നിസ്കരിക്കുക. 4 റക്അത്ത് കഴിഞ്ഞാൽ അവിടെ അല്പസമയം ദിക്റുകൾ കൊണ്ട് നമ്മൾ വിശ്രമിക്കും. ദിക്റ് ചൊല്ലിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ സ്വലാത്ത് ഒക്കെ ചൊല്ലിയിട്ട് കുറച്ച് സമയം, ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് അടുത്ത 4 റക്അത്ത് നിസ്കരിക്കുക. നബി സ്വഹാബത്ത് മക്കയിൽ തറാവീഹ് നിസ്കരിക്കുന്ന സംഭവം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അവര് 4 റക്അത്ത് കഴിയുമ്പോ അവിടെ വിശ്രമിക്കും. ആ സമയത്ത് ചില സ്വഹാബികൾ തവാഫ് ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്ത് ആ 4 റക്അത്തിന്റെ ഓരോ 4 റക്അത്തിന്റെയും ഗ്യാപ്പിൽ അങ്ങനെ പഴയകാലം മുതലേ നിർവഹിച്ചു പോരുന്നതാണ് ഈ മഹത്തായ നിസ്കാരം, തറാവീഹ് നിസ്കാരം. അതിന്റെ റക്അത്തിന്റെ എണ്ണത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു തർക്കവും ഇല്ല. 20 റക്അത്താണെന്ന് എല്ലാ മദ്ഹബിന്റെ ഇമാമുകളും സ്ഥിരപ്പെടുത്തിയ കാര്യമാണ്. ഞാൻ പറഞ്ഞത് തറാവീഹ് വിശ്രമങ്ങൾ. അപ്പോ വിശ്രമങ്ങൾ ആകണമെങ്കിൽ ചുരുങ്ങിയത് 3 എണ്ണം വേണം, 3 വിശ്രമം വേണം. എന്നാലാണ് തറാവീഹ് വിശ്രമങ്ങൾ എന്ന് പറയാം. 3 വിശ്രമം വേണം. അപ്പോ നിസ്കാരം തുടങ്ങുന്നതിന്റെ മുമ്പുള്ളതിനെ സംബന്ധിച്ച് വിശ്രമം എന്ന് പറയൂലല്ലോ. അത് തുടങ്ങിയിട്ടില്ലല്ലോ. തുടങ്ങി കഴിഞ്ഞാലാണല്ലോ വിശ്രമം. ഇടയിൽ വരുന്ന
വരുന്നതല്ലേ. അപ്പൊ 4 റക്അത്ത് കഴിഞ്ഞിട്ട് ഒരു വിശ്രമം, പിന്നെയോ 8 റക്അത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിശ്രമം, 12 റക്അത്ത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വിശ്രമം. അപ്പൊ ചുരുങ്ങിയത് 3 വിശ്രമം. 4 വിശ്രമമുണ്ട്, 16 കഴിഞ്ഞിട്ടുണ്ട്. ചുരുങ്ങിയത് എന്ത് വേണം? തറാവീഹ് എന്ന പേര് ഇതിന് കൊടുക്കണമെങ്കിൽ ചുരുങ്ങിയത് 3 വിശ്രമം വേണം. അപ്പൊ എന്തായാലും മനസ്സിലായി, മുജാഹിദ് പറയുന്ന പോലെ 11 അല്ല. കാരണം 12 കഴിഞ്ഞിട്ടും വിശ്രമമുണ്ട്, വിശ്രമം വേണം. എന്നിട്ട് 16 നിസ്കരിക്കണം. എന്നാലേ ഇത് ഈ 3 എന്ന കാര്യം വെക്കൂ, വിശ്രമങ്ങൾ എന്ന പേര് തന്നെ വെക്കൂ. ഒക്കാത്ത പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരൂലല്ലോ. മഹാന്മാര് നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്? തറാവീഹ് 11 അല്ല, 8 അല്ല, എന്തായാലും അതിൽ കൂടുതലാണ് എന്നാണ്. ഇതെല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കൽ തുടങ്ങിയപ്പോഴാണ് ഇപ്പം കുറച്ച് മുജാഹിദ് തറാവീഹ് നിസ്കാരം തന്നെ ഇല്ല. അവർക്ക് വേഗം തീരുമാനം എടുക്കാൻ വേഗം കഴിയില്ല. നമ്മളെപ്പോലെ ഇമാമുകൾ എന്ത് പറഞ്ഞു എന്നോ അല്ലെങ്കിൽ മുൻഗാമികൾ എന്ത് പറഞ്ഞു എന്നൊന്നും അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേഗം തീരുമാനം എടുക്കാം. കോഴിക്കോട് ഒരു ഓഫീസിൽ യോഗം ചേർന്നിട്ട് നാളെ മുതൽ പറയാൻ തറാവി 20 ഇല്ല, അങ്ങനെ നിസ്കാരം തന്നെ ഇല്ല. ഇങ്ങനെയാണ് അവരുടെ അതുകൊണ്ട് ഞാൻ പറയുന്നു, സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മൾ മരിക്കുന്നത് വരെ മാത്രമല്ല, നമ്മളെ കുടുംബവും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. അഹ്ലുൽ ബിദ്അത്തി വൽ ളലാല അതിലേക്ക് നമ്മൾ ചാഞ്ഞു പോകാൻ പാടില്ല. അതെങ്ങനെയാണ് നമ്മൾ അതിലേക്ക് ചാഞ്ഞു പോവുക? നമ്മൾ വിചാരിക്കും അവരും നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത്, അവരും നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. പക്ഷേ ദുനിയാവിൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ ആഖിറം കിട്ടണമെങ്കിൽ ഈമാൻ റെഡിയാകണ്ടേ. അതുകൊണ്ടാണ് മലക്കുകൾ വന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്ന വിഭാഗം ആരാണെന്ന് പറയുമ്പോ ഇമാം സമർഖന്ദി റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറഞ്ഞത്, ഇസ്തഖാമു അലസ് സുന്നതി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾ വിവാഹം ചെയ്യുമ്പോൾ ആ വിവാഹം ചെയ്യുന്ന കുടുംബത്തിന് ദീനുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പെൺമക്കളെ നമ്മൾ കെട്ടിച്ചു വിടുമ്പോ ആ കെട്ടിച്ചയക്കുന്ന വീട്ടിൽ ദീനുണ്ടോ എന്ന് ചിന്തിക്കണം എന്ന് നിക്കാഹിന്റെ ഖുതുബയിൽ തന്നെ പറയുന്നില്ലേ? ഫൽഫർ ബിദാത്തിദ്ദീൻ, അവന് വലിയ ഫ്ലാറ്റ് ഉണ്ടോ, അവന് വലിയ കൊട്ടാരമുണ്ടോ? ചില ആളുകളൊക്കെ അതാ അന്വേഷിച്ചു വരും, പിയാപ്പിള അന്വേഷിച്ചു വരും. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവിടെയും വന്നിട്ടുണ്ട് പിയാപ്പിളിനെ അന്വേഷിച്ചു. ഒരാൾ വന്നിട്ട് അന്വേഷിച്ചിട്ട് ചോദിച്ച ചോദ്യമാണ് എന്ത്? അയാൾക്ക് പിന്നെ കൊച്ചിയിൽ ഫ്ലാറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ശരി തന്നെയാണോ? കൊച്ചിയിൽ ഫ്ലാറ്റ് ഉണ്ടോ, കൊയിലാണ്ടിയിൽ ബിൽഡിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ കോഴിക്കോട് ഫ്ലാറ്റ് ഉണ്ടോ എന്നൊന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഫൽഫർ ബിദാത്തിദ്ദീൻ, നമ്മളെ മകൾക്കെടുക്കുന്ന പുതിയാപ്പിളക്ക് ദീനുണ്ടോ ഒന്നാമതായി നമ്മൾ നോക്കേണ്ട അതാ. കോഴിക്കോട് ബിൽഡിംഗ് ഉണ്ട്, തലശ്ശേരിയിൽ ബിൽഡിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ കണ്ണൂർ ഫ്ലാറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ദുബായിൽ ബിസിനസ് ഉണ്ടോ, അതൊക്കെ ഉണ്ടായിക്കോട്ടെ. അത് ഉണ്ടായാലും ഇല്ലെങ്കിലും അവന് ദീനുണ്ടോ? ഫൽഫർ ബിദാത്തിദ്ദീൻ. നിക്കാഹിന്റെ ഖുതുബയിൽ പറഞ്ഞാണ് എല്ലാ കാര്യങ്ങളും, തറവാടുണ്ട്, സ്വത്തുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അതെല്ലാം ഉണ്ട്, നമ്മളെ കുടുംബത്തിന് യോജിച്ചതാണ്, എല്ലാം ശരിയാണ്. പിന്നെയോ ആള് മുജാഹിദാണ്, എടുക്കാൻ പറ്റില്ല. നമ്മളെ പെൺമക്കൾക്ക് നമ്മൾ പുതിയ ആപ്പിളമാരെ എടുക്കുമ്പോൾ നമ്മൾ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നവരാകണം. ആദർശം നോക്കാതെ നമ്മൾ എടുത്താൽ സുബ്ഹാനല്ലാഹ് എന്താ സംഭവിക്കുക? പിന്നെ നമുക്ക് ഒന്നും കിട്ടൂല. നമ്മൾ മരിച്ചാല് ഒരു സംഗതിയും നമുക്ക് കിട്ടൂല. മരിച്ചാല് പിന്നെ അവിടെ ഒരു മുഖമായി ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതണമെന്ന് വിചാരിച്ചാൽ ഓതാൻ അവിടെ അനുവദിക്കൂല. ഇപ്പൊ അടുത്ത് ഒരാൾ മരിച്ചുപോയി, അയാള് ബിദ്അഈ ആശയമുള്ള ആളായിരുന്നു. അയാളെ മക്കളും അതേപോലെ. അവിടെ അതൊന്നും മനസ്സിലാക്കാതെ ഒരു മൗലിയാർ പോയിട്ട് അവിടുന്ന് ദ്വാരുന്നു. അപ്പൊ അവിടുന്ന് ദ്വാരുന്ന് പോകുമ്പോ അയാളെ മോമ്പറിയാന്ന് കേട്ടോ, അയാളെ മോമ്പറിയാണ്. ഉപ്പാക്ക് ഇതൊന്നും ഇഷ്ടമല്ല, നിങ്ങളുടെ ആരാ ദ്വാരക്കാൻ പറഞ്ഞു.
ഇങ്ങനെ ഉണ്ടാവുക. നമ്മളെ ഒരു മകളെയോ അല്ലെങ്കിൽ ഒരു മകനെയോ വിദഅത്തിന്റെ കൂട്ടിലേക്ക് കൊണ്ടുപോയിട്ടാൽ നമ്മൾ മരിച്ചാലാ നമുക്ക് മനസ്സിലാകുക ഒന്നും അങ്ങോട്ട് വരൂല. മരിച്ചാൽ വരണ്ടേ, ഇടമുറിയാതെ വരണ്ടേ. ഇപ്പോൾ നിങ്ങൾ നോക്ക്, അൽഹംദുലില്ലാഹ് നമ്മൾ ഇവിടെ 4 ദിവസമായി ഈ വാല് സംഘടിപ്പിച്ചു. ഇവിടെ സൂറത്തുൽ ഫാത്തിഹ ഓതി, ഇഖ്ലാസ് ഓതി, മുഅവ്വിദത്തൈനി ഓതി, 100 ദിക്റുകൾ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, തസ്ബീഹ്, അതുപോലെ മറ്റ് ദിക്റുകളൊക്കെ ഇടക്കിടക്ക് ചൊല്ലി. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ നിർവഹിക്കുമ്പോ, നമ്മൾ അതെല്ലാം ഇവിടുന്ന് അവസാനം ദുആ ചെയ്യുമ്പോ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ, ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയ, ഇവിടെ ഒരുമിച്ച് കൂടിയവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഈ സ്ഥാപനത്തെയും നമ്മുടെ പള്ളിയെയും നമ്മുടെ എല്ലാ സംവിധാനങ്ങളെയും സഹായിച്ച പലരും മരിച്ചുപോയില്ലേ? അവരിലേക്ക് നമ്മളത് ഹദിയ ചെയ്യുകയാണ്. അങ്ങനെ ഹദിയ ചെയ്യുമ്പോൾ അതവർക്ക് എത്തുന്നു. അവരുടെ ഖബറിൽ വലിയ സമ്മാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. അതേ, ഒരാൾ മരണപ്പെട്ടു പോയാൽ പിന്നെ അവന് നോമ്പെടുക്കാൻ കഴിയൂല, അവന് നിസ്കരിക്കാൻ കഴിയൂല, അവന് ഹജ്ജ് ചെയ്യാൻ കഴിയൂല, അവന് ഒരു അമലും ചെയ്യാൻ കഴിയൂല. അതേ സമയം അവന് ബാക്കിയാകുന്ന കാര്യങ്ങളെ കുറിച്ച് മുത്തുനബി പറഞ്ഞില്ലേ? അതിലൊന്ന് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളല്ലേ, അവന് വേണ്ടി ദുആ സംഘടിപ്പിക്കുന്ന മക്കളല്ലേ, അവന്റെ പേരിൽ ദുആ ചെയ്യുകയും ഭക്ഷണം കൊടുക്കുകയും അവന്റെ അതേ ആ മരിച്ചുപോയവരുടെ പേരിൽ നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന മക്കളല്ലേ? ആ മക്കള് തൊള്ള തുറക്കുന്നുണ്ടോ? മരിച്ചു കിടക്കുന്ന ബാപ്പാക്ക് വേണ്ടിയിട്ട് ഒരു യാസീൻ ഓതുന്നുണ്ടോ? ഒരു ഫാത്തിഹ ഓതുന്നുണ്ടോ? അത് ഓതുന്നവരെ തടയുകയല്ലേ? ഇതാണ് ബിദ്അത്ത്. ഇതിൽ പെട്ടുപോയാൽ പിന്നെ നമുക്ക് ആഖിറത്തിൽ ഒന്നും ഉണ്ടാകൂല. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാര് പറഞ്ഞത്, നമ്മൾ മരിക്കുമ്പോൾ മലക്കുകൾ വന്നിട്ട് സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട്. ആ സന്തോഷവാർത്ത നമ്മൾക്ക് കിട്ടണമെങ്കിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് പറയുമ്പോ ഇപ്പൊ ചില ആളുകൾക്കൊക്കെ തോന്നും ഇതൊക്കെ ഇപ്പൊ നടക്കുവോ, ഇതൊക്കെ ഇപ്പം ശരിയാവോ? ഇതൊന്നും പറഞ്ഞാൽ ഇപ്പൊ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആഖിറം കിട്ടണോ? ദുനിയാവിൽ പലതും കിട്ടുമായിരിക്കും, ഓലടുത്ത് പൈസ കിട്ടുമായിരിക്കും, ഓലടുത്ത് കിറ്റ് കിട്ടുമായിരിക്കും, എല്ലാം കിട്ടുമായിരിക്കും. പക്ഷേ ഇത് നമ്മൾ ആഖിറത്തിന് വേണ്ടിയാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഈമാൻ സലാമത്തായിട്ട് മരിക്കണ്ടേ? ഇവിടത്തെ എല്ലാം വേറെ ആൾ കൊണ്ടുപോകും. ഇവിടെ നമ്മളെ എന്ത് ഉണ്ടായാലും അതെല്ലാം വേറെ ആളുകൾ കൊണ്ടുപോകും. നമ്മൾ പോകുമ്പോൾ ആകെ കൊണ്ടുപോകുന്നത് അതേ നമ്മളെ കഫം തുണിയല്ലേ, വേറെ എന്തെങ്കിലും നമ്മുടെ കൂടെ കൊണ്ടുപോകുമോ? ഒരാൾ മരണപ്പെട്ടാൽ, ആ മരണപ്പെട്ട ഒരു സഹോദരി മരിച്ചു എന്ന് കരുതുക, ആ സഹോദരിയില് ഒരു 30 പവൻ ആഭരണമുണ്ടെന്ന് കരുതുക. ആ 30 പവനിൽ ഒരു അരപ്പവൻ, ഒരു ചെറിയ കാപ്പവന്റെ ഒരു മോതിരം, ഒരു ഉമ്മാക്ക് 10 കയ്യിൽ മോതിരട്ട് നടക്കുന്ന ഉമ്മയായിരുന്നു. അതുകൊണ്ട് ഒരു ചെറിയ മോതിരം, കാപ്പവന്റെ മോതിരം ഉമ്മാക്കൊന്ന് മയ്യത്തിനൊന്ന് ഇട്ട് കൊടുക്കാൻ നമ്മള് അനുവദിക്കൂല. ഒരു ആളും അനുവദിക്കൂല. അത് പറ്റൂല. എല്ലാം ശരീരത്തിൽ നിന്ന് അഴിച്ചെടുക്കപ്പെട്ടു പോയി. ധരിച്ച വസ്ത്രം അഴിച്ചെടുക്കപ്പെട്ടു പോയി, ആഭരണങ്ങൾ അഴിച്ചെടുക്കപ്പെട്ടു പോയി, ഒന്നും കൊണ്ടുപോകൂല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയത് പറയുന്നത് സ്ത്രീകളോട്, നിങ്ങളെ പൊന്നെല്ലാം ഇങ്ങനെ ഉണ്ട്, കുറെ ഉണ്ട്, അതിങ്ങനെ നിങ്ങൾ ധരിക്കണം. സ്ത്രീകൾ പിന്നെ ആഭരണം ധരിക്കണ്ടേ? ധരിച്ചോ? കുറച്ച് കഴിഞ്ഞാൽ അതെല്ലാം പള്ളിക്കും ദർസിനും ഒക്കെ കൊടുത്തോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ ഓഹരി എടുത്ത് വെച്ച് പോയി, ഓരോരുത്തർ കൊണ്ടുപോയി. അവരെന്താ കാട്ടുക അതിനെ കൊണ്ട്? അവര് നല്ലോണം വിറ്റ് നല്ല പൈസ ഉണ്ടാക്കി, ദുനിയാവുണ്ടാക്കി. അതുകൊണ്ട് നമ്മൾ ആഖിറത്തിലേക്ക് വേണം. അതുകൊണ്ട് മൗലിയാർ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വയത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ആഖിറത്തിലേക്ക് വേണോ? ജാരിയായ സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ ഖബറിൽ നമുക്ക് ബാക്കിയാവുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ എപ്പോഴും ഇതിൽ സംബന്ധിച്ച് പറയുമ്പോൾ പറയുന്നതാണ്, നമ്മുടെ ഇവിടെയുള്ള കിണർ അൽഹംദുലില്ലാഹ് ഇപ്പോൾ നല്ല വെള്ളം നമുക്ക് ഇവിടെ കിണറിലുണ്ട്. ആ കിണറിനാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. ആ കിണർ
ഇപ്പൊ മോട്ടർ അടിച്ചിട്ട് ഇല്ല. അത് നമ്മൾ കുഴൽക്കിണർ കുഴിച്ചത്, അതിൽ നിന്ന് ഇപ്പോൾ കുളിക്കാനും അതുപോലെ തന്നെ കുട്ടികൾ അലക്കാനും മറ്റ് ബാത്റൂമിന്റെ എല്ലാ ആവശ്യത്തിനും കുഴൽക്കിണറിൽ നല്ല വെള്ളമുണ്ട്. അള്ളാഹു നമുക്ക് ഇത് വലിയ അനുഗ്രഹമാണ്. അള്ളാഹു തആല നിലനിർത്തി തരട്ടെ. അതുപോലെ നമ്മളെ മെയിൻ സാധാ കിണറിലും നല്ല വെള്ളമുണ്ട്. 4 വട വെള്ളം ഇപ്പോൾ ഉണ്ട്. കാരണം അത് വലിച്ചു കുളിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, നല്ല വെള്ളം. അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഞാനിങ്ങനെ ചിന്തിക്കാൻ, ആ കിണർ നമുക്ക് കുഴിച്ചു തന്നത് ആരാണ്? ആ കിണർ നമുക്ക് കുഴിച്ചു തന്നത് കുറച്ചപ്പുറത്തുള്ള മറ്റൊരു പ്രദേശത്തുള്ള ഒരു ഉമ്മാമ മരണപ്പെട്ടപ്പോൾ ആ ഉമ്മാമയുടെ ശരീരത്തിലുള്ള മുഴുവൻ സ്വർണവും അഴിച്ചെടുത്ത് ആ മക്കൾ അതെല്ലാം ഒരു കവറിലിട്ട് കടലാസിൽ ചുറ്റിയിട്ട് അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് തന്നു. അത് ഞാൻ തന്നെയാണ് കൊണ്ടുപോയിട്ട് വിറ്റ് അതിന്റെ പൈസ കൊണ്ടുവന്നത്. ഞാനെടുത്ത് കീശലിട്ടെന്നല്ലേ. അതിന്റെ പൈസ 1,65,000 എന്ന് ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. ആ കിണർ കുഴിക്കാനുള്ള മുഴുവൻ ചെലവും ആ ഉമ്മാമയുടെ സ്വർണം വിറ്റുകൊണ്ടാണ് നമ്മളിപ്പോൾ അവിടെ നമ്മളതിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ, മുത്തഅല്ലിമീങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ, കുളിക്കുമ്പോൾ, വുളു എടുക്കുമ്പോൾ ആ വെള്ളത്തിൽ നിന്നുള്ള പ്രതിഫലം, അതിന്റെ എല്ലാം മിഥിൽ സവാബ് മുറിയാതെ സദഖത്തുൻ ജാരിയ നിലനിൽക്കുന്ന സദഖയായി ആ ഉമ്മയുടെ ഖബറിലേക്ക് ലഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും കൊടുക്കുന്ന ഭാഗ്യമാണ്. അതുപോലെ നമ്മുടെ ഈ ബിൽഡിംഗ് എടുക്കാൻ എത്ര ആളുകൾ സഹായിച്ചു. ഈ ബിൽഡിംഗ് ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഇവിടെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കപ്പെടുന്നു, ഹദീസ് പഠിപ്പിക്കപ്പെടുന്നു, ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോ ഇതിന്റെ എല്ലാം പ്രതിഫലം മരണപ്പെട്ടു പോയ എത്ര ആളുകൾ ഇതിന് സഹായിച്ചിട്ടുണ്ട്. എത്ര ആളുകൾ സഹായിച്ചിട്ടുണ്ട്, എത്ര ആളുകൾ മരിച്ചുപോയി. അൽഹംദുലില്ലാഹ്, നമ്മൾ 10 കൊല്ലം പൂർത്തിയാക്കുകയാണ്. 2015 മെയ് 15-നാണ് നമ്മൾ ഇവിടെ ദർസ് ആരംഭിച്ചിട്ടുള്ളത് പള്ളിയിൽ. 2025 മെയ് 15 ആയാൽ 10 കൊല്ലം പൂർത്തിയാക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു 10ാം വാർഷികം നമുക്ക് നടത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച സമീപിച്ച് 10 കൊല്ലമായി ഇത് ആരംഭിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നിർവഹിച്ചതല്ല, നമുക്ക് 10ാം വാർഷികം നടത്തണ്ടേ എന്ന ഒരു കാര്യം അറിയിച്ചു. നടത്തണം, ഉസ്താദും വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. റമളാൻ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങൾ വിശദമായി എല്ലാവരെയും അറിയിക്കുകയും നമുക്ക് വിപുലമായ വലിയ സമ്മേളനം തന്നെ ഇവിടെ നടത്തുകയും വേണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന്റെ മുമ്പ് ഇവിടെ ധാരാളം പണികൾ പൂർത്തിയാക്കാനുണ്ട്. നമ്മുടെ എന്റെ വലതുഭാഗത്ത് കാണുന്ന ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാക്കണം. അതിന് ഒരു 10 ലക്ഷം രൂപ ചുരുങ്ങിയത് വേണം. മുഴുവൻ പണിയും തീർത്ത് ഫിനിഷായി അവിടെ ആ അടിയല നിലയിൽ നമുക്ക് മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ക്യാൻറ്റീൻ, ഹാള്, ഭക്ഷണം വെക്കാനും അതുപോലെ സാധനങ്ങൾ വെക്കാനുമുള്ള സ്ഥലം അതെല്ലാം സംവിധാനിച്ചിട്ടുണ്ട്. അതിന്റെ 2ാമത്തെ നിലയിൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മർഹൂം മുഹമ്മദ് സിനാൻ, അല്ലാഹ് റാഷി ഉസ്താദിന്റെ മോൻ സിനാന്റെ പേരിൽ നല്ല ഒരു കുതുബ് ഖാനയും ലൈബ്രറിയും മുത്തഅല്ലിമീങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാനും കിതാബുകൾ നോക്കാനും അതുപോലെ ഇവിടെ വരുന്ന ഉസ്താദുമാർക്ക് താമസിക്കാനും അത് കിതാബുകൾ നോക്കാനും എല്ലാം ഉള്ള സൗകര്യം. അതിന്റെ 3ാമത്തെ നിലയിൽ നമുക്ക് സ്മാർട്ട് ക്ലാസ് റൂം, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യണം. അതുപോലെ ഇവിടെ നമ്മുടെ രക്ഷിതാക്കളായ പല ഉമ്മമാരും യോഗത്തിനും മറ്റുമൊക്കെ വരുമ്പോൾ ഇവിടെ കുട്ടികളെ പഠനം അന്വേഷിക്കാനും ഒക്കെ ഫാമിലി ആയിട്ട് വരും, രക്ഷിതാക്കൾ വരും. അങ്ങ് ദൂരെ നിന്നൊക്കെ രക്ഷിതാക്കൾ വയനാട്ടിൽ നിന്നൊക്കെ വരും. ഉമ്മമാരും കൂടി വരുമ്പോൾ അവർക്ക്
അവർക്കിവിടെ യാത്രക്കാരികളാണവർ, അവർക്കിവിടെ നിസ്കരിക്കാനോ അതുപോലെ ഒന്ന് ഫ്രഷ് ആകാനോ സൗകര്യമില്ല. പലപ്പോഴും നമ്മുടെ അയൽവാസിയായ ബഹുമാനപ്പെട്ട അബ്ദുള്ളക്കയുടെ തച്ചറക്കൽ ഔൽക്കയുടെ വീട്ടിൽ അവർ എല്ലാ സൗകര്യവും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളെ കുടിവെള്ളം കൂളറിലേക്ക് വരുന്നത് നിരന്തരമായി ആ വീട്ടിൽ നിന്നാണ്. അതുപോലെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നു. അല്ലാഹു അവർക്കും കുടുംബത്തിനും ബറക്കത്ത് ചെയ്യട്ടെ. മരിച്ചുപോയ ആളുകൾക്കെല്ലാം സ്വർഗം കൊടുക്കട്ടെ. ഇങ്ങനെ ഒരുപാട് ആളുകൾ പലവിധ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അങ്ങ് ദൂരെ നിന്ന് വരുന്ന രക്ഷിതാക്കളായ ഉമ്മമാർ. അതിനെല്ലാം നമുക്കിവിടെ സംവിധാനമായാൽ അൽഹംദുലില്ലാ അവർക്ക് ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്നിപ്പോ ആലപ്പുഴയിൽ നിന്നും അതുപോലെ തന്നെ കോട്ടയത്ത് നിന്നും മംഗലാപുരത്തു നിന്നുമൊക്കെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ രക്ഷിതാക്കൾ വന്നാൽ ഈ സംവിധാനങ്ങൾ ഇല്ലാതിരിക്കുമ്പോ അവർക്ക് അതൊക്കെ വിഷമായിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ ഒരു ഗസ്റ്റ് റൂം ഉണ്ട്, ബാത്റൂം അറ്റാച്ച് ആയിട്ട് തന്നെ. അങ്ങനെ വരുന്ന ആളുകൾക്കൊന്ന് ഫ്രഷ് ആകാനും ഒക്കെയുള്ള സൗകര്യം. അതുപോലെ നമ്മളെ പണ്ഡിതന്മാരൊക്കെ പുറത്ത് നിന്ന് വരുമ്പോ അവർക്ക് വേറെ ഏതെങ്കിലും വീടുകളിലേക്ക് പോകുമ്പോൾ ചിലപ്പോ ആണുങ്ങളില്ലാത്ത വീടുകളിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ആലിമീങ്ങൾക്ക് നമുക്ക് നല്ല സംവിധാനം ഒരുക്കിയിട്ട് ഇവിടെ ഈ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാകുമ്പോൾ ആ സംവിധാനം നിലവിൽ വരും. അല്ലാഹു തആല അതെല്ലാം നമുക്ക് പൂർത്തീകരിച്ചു തരട്ടെ. അപ്പൊ നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാകാൻ 10 ലക്ഷം രൂപ വേണം. പല ആളുകളെയും നമ്മൾ സമീപിക്കുന്നുണ്ട്. അല്ലാഹു തആല അതെല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. എല്ലാ വഴികളും അല്ലാഹു തുറന്നു തരട്ടെ. അത് വന്ന് നോക്കിയിട്ട് ചെയ്തു തരാം, എന്തെങ്കിലും എന്നെ കൊണ്ടാവുന്നത് ചെയ്യാമെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അല്ലാഹുവേ അതെല്ലാം നീ എളുപ്പത്തിലാക്കി തരണേ അല്ലാ. അതുപോലെ നമ്മുടെ ഈ ബിൽഡിംഗ് ഇത് ഇവിടെ 2017 AP ഉസ്താദ് തറക്കല്ലിട്ടത്. 2017 ഏപ്രിൽ 16 ഞാൻ ഓർമ്മിക്കുന്നു. AP ഉസ്താദ് ഇവിടെ ഈ സ്ഥലത്ത് വെറും പ്ലെയിൻ സ്ഥലത്ത് വന്ന് കുറ്റിയടിച്ചത്. 2018 ഏപ്രിൽ 19 കൃത്യം ഒരു വർഷം പൂർത്തിയായപ്പോൾ ഈ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം AP ഉസ്താദ് തന്നെ വന്നിട്ട് നിർവഹിച്ചത് നമ്മൾ ഓർമ്മിക്കുന്നില്ലേ? അല്ലാഹു തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അല്ലാഹുവേ ആ തണൽ ഇനിയും ഒരുപാട് കാലം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അപ്പോൾ ഈ ബിൽഡിംഗ് എത്ര കൊല്ലമായി? 18, 19, 20, 21, 22, 23, 24, 25, 8 കൊല്ലമായി. 8 കൊല്ലമായി. അതുകൊണ്ട് ഇവിടെ ആ ബിൽഡിങ്ങിന്റെ മെയിൻ്റനൻസ് നടത്തണം. അതിന് ചുരുങ്ങിയത് ഒരു 6 ലക്ഷം രൂപ വേണം. ഇത് മുഴുവൻ പെയിന്റ് അടിക്കാനും അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും ഡാമേജ് വന്നതെല്ലാം ശരിയാക്കാനും ഒക്കെയായി 8 ലക്ഷം രൂപ വേണം. അപ്പൊ എത്രയായി? 18 ലക്ഷം. നമ്മുടെ പള്ളി ഉദ്ഘാടനം ചെയ്തിട്ട് 10 കൊല്ലമായി. 2015 മെയ് 13 ബഹുമാനപ്പെട്ട മർഹൂം ഖുർറത്തുസ് സാദാത്ത് ഖുറാത്തങ്ങൾ നിസ്കാരം നിർവഹിച്ച് പേരോട് ഉസ്താദ് വഖഫ് ചെയ്ത് ആ പള്ളി ഉദ്ഘാടനം ചെയ്തത്. ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ വീഡിയോ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അയച്ചിരുന്നു. മർഹൂം ആലി ഹാജി നടുവിൽ നിൽക്കുന്നു, കുല്യാപ്പള്ളി ഉസ്താദും പേരോട് ഉസ്താദും കൂടി പള്ളി വഖഫ് ചെയ്യുന്ന ആ വീഡിയോ. അല്ലാഹു തആല ആലി ഹാജിയുടെ ഖബർ സ്വർഗീയ പൂങ്കാവനമാക്കട്ടെ. കഴിഞ്ഞ ദിവസം അവരുടെ ആണ്ട് നടന്നല്ലോ. അപ്പോൾ ആ പള്ളി 10 കൊല്ലമായി ഒരു മെയിൻ്റനൻസും കാര്യമായ ഒരു മെയിൻ്റനൻസും നടത്തിയിട്ടില്ല. എൻ്റെ ബാത്റൂമിന്റെ പ്രശ്നങ്ങളുണ്ട്, ഹൗലിന്റെ പ്രശ്നങ്ങളുണ്ട്. ഹൗലിന്റെ അടുത്ത് നിന്നൊക്കെ 2-3 പ്രാവശ്യം ആളുകൾ വീണ് പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് അന്നത്തെ ഒരു 10 കൊല്ലം മുമ്പുള്ള നിർമ്മാണമാണ്. ഇപ്പൊ 10 കൊല്ലം ആളുകളൊക്കെ കോലങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു മെയിൻ്റനൻസ് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോ ഞാൻ പല വീട്ടിൽ നിന്നും ആക്രി എടുക്കലുണ്ട്. പഴയ സാധനങ്ങൾ എടുക്കും, പഴയ ഇരുമ്പ്, കമ്പി, സ്റ്റീല്, അതുപോലെ അതിൻ്റെയും കൂടി ഒരു പരസ്യം ആയിക്കോട്ടെ. പഴയ സാധനങ്ങൾ എല്ലാം എടുക്കും. നമ്മുടെ വണ്ടി കൊണ്ട് വന്നിട്ട് ഇപ്പൊ MP അഹമ്മദ് ഹാജിഖാന്റെ പുരക്കുന്ന് കുറേ സാധനം എടുത്ത് നല്ല പൈസ കിട്ടി. ഓർ കുറേ മെയിൻ്റനൻസ് നടത്തി. പഴയ പൈപ്പും സാധനങ്ങളും, പ്ലാസ്റ്റിക്, പഴയ മെഷീനുകൾ, അങ്ങനത്തെ പഴയ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കും. എടുത്താൽ 5 പൈസ തിരിച്ചു നിങ്ങൾക്ക് തരൂല. അതെല്ലാം നമ്മുടെ ദർസിന്റെ ചെലവിലേക്കാണ് എടുക്കുക. അപ്പൊ ആൾക്കാർക്ക് ആവേശത്തോടുകൂടി വിളിച്ചിട്ട്
എട്ടും പൈസ തരൂല എന്ന് വിചാരിച്ചിട്ട് നിരാശപ്പെടേണ്ട. പൈസ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ പ്രതിഫലം കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പൊ കുറെ വീടുകളിൽ നിന്ന് അത് എടുത്തു. അങ്ങനെ അൽഹംദുലില്ലാഹ് വലിയ ഒരു സംഖ്യ നമുക്ക് സ്ഥാപനത്തിന് ലഭിച്ചു. അത് നമ്മൾ അധ്വാനിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഏത് വിധേനയും എല്ലാ കാര്യങ്ങളും നടത്താൻ കഴിയും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ പള്ളി മെയിൻ്റനൻസ് നടന്നിട്ട് 10 കൊല്ലമായി അത് നിർമ്മിച്ചിട്ട്. അതുകൊണ്ട് അതിന് നല്ല ഒരു മെയിൻ്റനൻസ് നടത്തണം. അതിന് ബാത്റൂം കംപ്ലീറ്റ് മാറ്റാനായിട്ടുണ്ട്. പുറത്തുനിന്ന് വരുന്ന പല ആളുകളും പല കംപ്ലൈൻറ്റ്, നിങ്ങൾ കുറെ ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് എന്താണ് ബാത്റൂമിന്റെ കോലം ഇങ്ങനെ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഹൗല് 3-4 ആളുകൾ അവിടെ നിന്ന് വീണ് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു മുത്താലിം എന്നെ വീണിട്ട് പരിക്ക് പറ്റിയിട്ട് കാല് മുറിഞ്ഞ് ദിവസങ്ങളോളം ഇവിടെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് പുതിയ രൂപത്തിലേക്ക് അത് മാറ്റണം. പള്ളിയുടെ മെയിൻ്റനൻസിന് ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്ന് നോക്കിപ്പിച്ചപ്പോൾ ചുരുങ്ങിയത് ചെറിയ രൂപത്തിൽ ചുരുങ്ങിയത് ഉള്ളല്ല പുറത്ത് മാത്രം മെയിൻ്റനൻസ് ചെയ്യാൻ 6 ലക്ഷം രൂപ വേണം. അപ്പോ എത്രയായി? 18 6 24 പിന്നെ ഈ പരിപാടികളൊക്കെ നടത്താൻ 1 ലക്ഷം റുപ്യ എന്തായാലും വേണം. 25 ലക്ഷം റുപ്യ നമുക്ക് ചുരുങ്ങിയത് വേണം. അല്ലാഹു തആല അത് തരട്ടെ. നമ്മളിപ്പോ വയലു പറഞ്ഞ എന്താ? വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്. അല്ലാഹുവിന് ആകാശങ്ങളുടെയും ഭൂമികളുടെയും ഒക്കെ ഖജനാവ് മുഴുവനും അല്ലാഹുവിനാണ്. ഇപ്പൊ എല്ലാവർക്കും സമാധാനമില്ല. ഇത് 25 ലക്ഷം റുപ്യമാണ് നിങ്ങളെല്ലാവരും ഇങ്ങ് എടുക്കുന്ന പറയുന്നില്ലല്ലോ. ഇതെല്ലാം അള്ളാന്റെ അടുത്തുണ്ടെന്നല്ലേ പറയുന്നത്. അപ്പൊ അല്ലാഹു തആല പലരുടെയും കയ്യിൽ, പലരുടെയും കീശയിൽ, പലരുടെയും പോക്കറ്റിൽ, പലരുടെയും ബാങ്ക് അക്കൗണ്ടിൽ, പലരുടെയും കാതിലും കഴുത്തിലും സ്വർണത്തിലും ഒക്കെ ആയി അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ വാങ്ങിയിട്ട് നമ്മളടുത്ത് എത്തിക്കാനുള്ള പ്രവർത്തനം അത് നമ്മൾ നടത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഞാനിത് പറഞ്ഞത് നമുക്ക് ആ കാര്യങ്ങളെല്ലാം നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇപ്പോൾ നമ്മളെ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ആ സന്തോഷ വാർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേനയാണ് നൽകുന്നത്. തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ മലക്കുകൾ ഇറങ്ങി വരികയാണ്. അപ്പൊ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നാലാണ് മലക്കുകൾ വരികയും സന്തോഷ വാർത്ത നൽകുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മളെയും കുടുംബത്തെയും ഖിയാമത്ത് നാൾ വരെ നമ്മുടെ സന്താന പരമ്പരകളെയും അല്ലാഹു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. ബഹുമാനപ്പെട്ട ഇമാം സമർഖന്ദി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, 5 രൂപത്തിൽ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത നൽകുന്നുണ്ട്. 5 രൂപത്തിൽ സന്തോഷ വാർത്ത. ഒന്നാമത്തേത് അവ്വലുഹാ ലിആമ്മത്തിൽ മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങൾക്കും പൊതുവായി നൽകപ്പെടുന്ന മരണസമയത്തുള്ള സന്തോഷ വാർത്ത. അതെങ്ങനെയാണ്? യുഖാലു ലഹും, മരിക്കാൻ പോകുന്ന സമയത്ത് അവരോട് പറയപ്പെടുകയാണ്, ലാ തഖാഫൂ തഅബീദൽ അദാബ്, നിങ്ങൾക്ക് എപ്പോഴും ശിക്ഷയുണ്ട് എന്ന് നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ ചെറിയൊരു പേടി അതിൻ്റെ ഉള്ളോട്ടുണ്ട്. എപ്പോഴും നിത്യമായ ശിക്ഷയുണ്ടെന്ന് പേടിക്കണ്ട. കുറച്ചൊക്കെ ശിക്ഷ ഉണ്ട് എന്ന് പേടിക്കുകയും വേണം. ഈമാനോടെ മരിച്ചാലും തൗബയില്ലാതെ മരിച്ചുപോയാൽ അല്ലദീന മാതു വലം യതൂബു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞു കൊടുത്ത അല്ലദീന മാതു വലം യതൂബു, തൗബയില്ലാതെ മരിച്ചുപോയാൽ അവർക്ക് ശിക്ഷയുണ്ട്. നരകത്തിന്റെ 7ാമത്തെ കവാടം അവർക്കുള്ളതാണ്. അല്ലാഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. അതേസമയം എല്ലാ മുഅ്മിനും മരിക്കുമ്പോ അസ്റായീൽ അലൈഹിസ്സലാം മാത്രമല്ലല്ലോ, ആ മരണവേളയിൽ റഹ്മത്തിന്റെ മലക്കുകളും ധാരാളം വരുന്നുണ്ട്. ആ റഹ്മത്തിന്റെ മലക്ക് വന്നിട്ട് പറയുകയാണ്, സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, നിങ്ങൾ പേടിക്കണ്ട.
വയശ്ഫഉ ലകുമുൽ അംബിയാഉ വസ്സാലിഹൂൻ. അംബിയാക്കളും സ്വാലിഹീങ്ങളും നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തുണ്ട്, വിശദീകരിക്കുന്നില്ല. ആ മഹാന്മാരുടെ ശഫാഅത്ത് കൊണ്ട് നമ്മളെ അല്ലാഹു തആല രക്ഷപ്പെടുത്തും. അഥവാ സ്വർഗം നിഷേധിക്കപ്പെട്ട് നരകത്തിലേക്ക് കടക്കേണ്ടി വന്നാൽ, ആ നരകത്തിൽ ഈമാനോടെ മരിച്ചവരാണെങ്കിൽ നരകത്തിൽ കാലാകാലമെന്നതില്ല. ഒരു ഘട്ടമെത്തിയാൽ ലോക നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് ശഫാഅത്ത് ചെയ്യും. الشفاعة هب لنا في القيامة مشفقا وأهلنا إضلاع يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. മങ്കൂസ് മൗലിദിലൂടെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുന്ന് പാടിയതാണിത്. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് എല്ലാവരും വെപ്രാളപ്പെടുന്ന നേരം അവിടെ അതാ നിരവധി തവണ ശഫാഅത്ത് ചെയ്യുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. നമ്മളെ ഖബറിൽ നമുക്ക് ശഫാഅത്താണ്, പരലോകത്ത് ആഖിറത്തിൽ ശഫാഅത്താണ്. എത്രയോ കാലം ഒരു ചാണ് മീതെ ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന, വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ആഖിറത്തിലുള്ള ആ ഖിയാമത്തിലുള്ള അവസ്ഥയിൽ നിന്ന് ആളുകളെല്ലാം രക്ഷപ്പെടുത്തിയിട്ട് ഹിസാബ് ആരംഭിക്കുന്നത് എപ്പോഴാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുജൂദിൽ കിടന്നിട്ട് ശഫാഅത്ത് ചെയ്തപ്പോഴാണ്, ചെയ്യുമ്പോഴാണ് അല്ലാഹു ഹിസാബിനെടുക്കുന്നത്. അവിടെ വെച്ച് ആ ശഫാഅത്ത് തീരുന്നില്ല. കുറെ കാലം കഴിഞ്ഞിട്ട് നരകത്തിൽ അകപ്പെട്ടു പോയ, അതേ ഈമാനോടെ ജീവിച്ചു, ഈമാനോടെ മരിച്ചു, പക്ഷേ കുറെ തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരിച്ചുപോയ ആളുകൾ നരകത്തിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം. അല്ലാഹുവിനോട് അതേ ശഫാഅത്ത് ചെയ്യുകയാണ്, എന്നിട്ട് രക്ഷപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. മുത്ത് നബിയെ, അങ്ങേക്ക് എല്ലാം അല്ലാഹു നൽകിയില്ലേ, റബ്ബ് എല്ലാം നൽകിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം നൽകിയില്ലേ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ നേതാവായ ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, ഇല്ല, എല്ലാം കിട്ടിയിട്ടില്ല. അവാഹിദത്തും മിൻ ഉമ്മത്തി ഫിന്നാർ. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്തിലുണ്ടോ? എനിക്കെല്ലാം കിട്ടിയിട്ടില്ല, ഞാൻ തൃപ്തനായിട്ടില്ല. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും നരകത്തിലുണ്ടാകാൻ പാടില്ല. അപ്പോൾ അല്ലാഹു തആല തീരുമാനമെടുക്കുകയാണ്, ഈമാനോടെ മരിച്ചുപോയ ആളുകൾ, അവര് ചെയ്ത തെറ്റുകൾ കാരണം തൗബയില്ലാതെ മരിച്ചുപോയിട്ടുണ്ട്, അവര് നരകത്തിലുണ്ടോ? എന്നാൽ അവരെ രക്ഷപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് അവർക്ക് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. മുത്തുനബിയുടെ ശഫാഅത്തുണ്ട്. മങ്കൂസ് മൗലൂദ് ഓതാൻ പറ്റൂല എന്ന് പറയുന്ന വഹാബികൾക്ക് ഈ ശഫാഅത്ത് കിട്ടോ? ഓല് പറയാം മങ്കൂസ് മൗലൂദ് ഓതാൻ പറ്റൂല, അത് ശിർക്കാണ്. അല്ലാഹു തആല അവരെയും നന്നാക്കട്ടെ. ഞാൻ പറയുന്നു പ്രിയമുള്ളവരെ, ആ ശഫാഅത്ത് മുഖേന നമ്മൾ രക്ഷപ്പെടും. അപ്പൊ നമ്മൾ സമാധാനിക്കണ്ട, എന്നാ പിന്നെ കുറച്ചാൾ നരകത്ത് കിടന്നാലും രക്ഷപ്പെടൂലേ എന്ന് വിചാരിക്കണ്ട. 3000 കൊല്ലം കത്തിക്കപ്പെട്ട നരകം, ആ നരകത്തിൽ നമ്മളെ ശരീരം മുഴുവനും കത്തിച്ചാമ്പലായി, നിമിഷങ്ങൾക്കകം വീണ്ടും അതേപോലെയായി, അങ്ങനെ വീണ്ടും കത്തിക്കപ്പെടുന്നു. എത്ര എത്ര കാലം? അല്ലാഹ്
അല്ലാഹ് ആ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പരിശുദ്ധ റമളാൻ യാ റഹ്മാനു യാ അല്ലാഹ് നരകം തൊടാതെ ഞങ്ങളെ എല്ലാവരെയും നീ സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സ്വർഗ്ഗം നൽകട്ടെ. അപ്പോ മരിക്കുന്ന സമയം മുഅ്മിനീങ്ങൾക്കുള്ള സന്തോഷ വാർത്തയാണ് വയശ്ഫഉ ലക്കുമുൽ അംബിയാഉ വസ്സാലിഹൂൻ. നിങ്ങൾക്ക് അംബിയാക്കൾ ശഫാഅത്തിയും സാലിഹീങ്ങൾ ശഫാഅത്തിയും വഅബ്ശിറൂ ബിൽ ജന്ന നിങ്ങൾക്ക് എന്തായാലും സ്വർഗ്ഗം കിട്ടും. യഅനി മർജിഉകും ഇലൽ ജന്ന നരകത്തിൽ കടന്നാലും നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് ഒരു മടക്കമുണ്ട്. അല്ലാഹു തആല നരകം നമ്മളെ തൊട്ട് ഹറാമാക്കട്ടെ. രണ്ടാമത്തേത് മഹാനവറുകൾ പറഞ്ഞു ലിൽ മുഖ്ലിസീൻ ഇഖ്ലാസോടെ അമൽ ചെയ്തു. ഇവിടെ ക്ലാസ് ഉണ്ട്, റമളാനിൽ ഇവിടെ രാവിലെ ക്ലാസ് ഉണ്ട്, പ്രസംഗം ഉണ്ട്, മൗലിയാറെ പ്രസംഗം ഉണ്ട് എന്ന് കേട്ടപ്പോ നമ്മളെ 10-20 കസേരയുടെ ഇട്ടിട്ട് നമ്മൾ ആരും പോയിക്കില്ലെങ്കിൽ ഒരു മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണോ വന്നത്? ഒരു കാര്യമില്ല. പിന്നെയോ റമളാനല്ലേ, ദീന് കേൾക്കണം, ഖുർആന് കേൾക്കണം, കുറച്ച് ദിക്ർ ചൊല്ലണം, ദുആയിൽ പങ്കെടുക്കണം, നല്ല കാര്യങ്ങൾ കേട്ട് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം എന്ന ഒരു നിയ്യത്ത് കൊണ്ടാണോ വന്നത്? ഇഖ്ലാസ് ഉണ്ട്. അല്ല അപ്പുറത്തുനിന്ന് ഓള് പോകുന്നുണ്ട്, ഇപ്പുറത്ത് ഓളും പോകുന്നുണ്ട്, നടുവെന്ന് ഞാൻ പോയിക്കില്ലെങ്കിൽ എന്തെങ്കിലും വിചാരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണോ വന്നത്? ഒരു കാര്യമില്ല. ഇഖ്ലാസോടുകൂടി അത് ഒരാൾ വന്നാലും മതി. ഇപ്പൊ വയല് ഇവിടെ തുടങ്ങാൻ അമീനോട് ഞാൻ ചോദിച്ച ആളെത്തിക്കോ, രണ്ടാളെ എത്തിക്കോ, എന്നാൽ തുടങ്ങാൻ നമ്മള്. കാരണം എന്താ? ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ഹദീസിൽ പറഞ്ഞത് ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ, റജുലൻ വാഹിദാ, നീ മുഖേന ഒരാൾ, നിന്റെ വഅദ് കൊണ്ട് ഒരാൾ, ഒരേ ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നാൽ, നല്ല കാര്യങ്ങളിലേക്ക് കടന്നാൽ, ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, നിങ്ങൾക്ക് ദുനിയാവിലും ദുനിയാവിലുള്ള സർവ്വതും കിട്ടുന്നതിനേക്കാളും ഖൈറാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്തിൽ നിന്ന് മുത്തുനബിയെയും വിട്ടുപോകാൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വിഷമമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെയുള്ള ജമാഅത്ത്, മുത്തുനബിയുടെ ക്ലാസ്, മുത്തുനബിയുടെ കൂടെയുള്ള ഉപദേശങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ് എന്തെല്ലാം സൗഭാഗ്യങ്ങളുള്ള മദീന. റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഭൂമിയിലെ സ്വർഗം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കാലിഫോർണിയയിലല്ല, അത് ലണ്ടനിലല്ല, അത് പരിശുദ്ധ മദീനയിലാണ്. അൽഹംദുലില്ലാഹ് ആ പരിശുദ്ധമായ മദീനയിൽ പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ട് ഉംറക്ക് വേണ്ടി പോകുന്നവർ ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ, യാത്രകളും മറ്റ് അമലുകളുമെല്ലാം നീ എളുപ്പത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്താനും ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും അവിടെ വെച്ച് ദുആ ചെയ്യാനും പോകുന്ന വ്യക്തിക്കും അതുപോലെ കൂടെയുള്ള യാത്രക്കാർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. എല്ലാ അമലുകളും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഇനിയും ധാരാളം യാത്രകൾ ആ പരിശുദ്ധ മണ്ണിലെത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന സന്തോഷ വാർത്ത അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ നിർത്തുകയാണ്.
ഈമാനോടെ മരിച്ച ആളുകൾക്ക്, അതുപോലെ ഇഖ്ലാസുള്ള ആളുകൾക്ക്, ഇഖ്ലാസോടെ അമൽ ചെയ്യുന്ന ആളുകളോട് പറയുന്നത് എന്താ? ലാ തഖാഫു, നിങ്ങൾ പേടിക്കണ്ട. ഫഇന്ന അഅമാലകും മഖ്ബൂലത്തുൻ, നിങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കും. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അല്ലാഹുവിന് വേണ്ടിയാണ്. ഇവിടെ ഇങ്ങോട്ട് നടന്നു വന്നു ആരെങ്കിലും കാണാനോ കേൾക്കാനോ ഞാനും പോയിക്ക് എന്ന് പറയാനോ അല്ല. ഇഖ്ലാസ് ഉണ്ട്, എന്നാൽ അത് മഖ്ബൂലാണ്. വലാ തഹ്സനു അലാ ഫൗതി സവാബ്, നിങ്ങളെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ പേടിക്കണ്ട. ഇതൊക്കെ എപ്പോഴാണ് പറയപ്പെടുന്നതെന്ന് അറിയോ? നിങ്ങൾ മരിക്കുന്ന സമയത്ത്. നമ്മൾ മരിക്കാൻ കിടക്കുമ്പോ, മരിക്കാൻ ഇപ്പൊ കിടക്കണമെന്നില്ല, ഏത് അവസരത്തിൽ മരിച്ചു പോകും. അല്ലാഹു തആല നമ്മുടെ മരണം ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ച്, ഏറ്റവും നല്ല സമയത്ത് വെച്ച്, ഏറ്റവും നല്ല ആളുകളുടെ കൂടെയായി, ആ രൂപത്തിൽ അല്ലാഹ് ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ സമയത്താണ് ഇത് പറയപ്പെടുന്നത്. മരിക്കാൻ പോകുമ്പോൾ ഇഖ്ലാസോടെ ദുനിയാവിൽ അമൽ ചെയ്ത ആളാണോ, നിങ്ങൾ പേടിക്കണ്ട. മലക്കുകൾ നമ്മളോട് പറയും, അസ്രായിൽ റൂഹിങ്ങനെ പിടിക്കാൻ നോക്കുമ്പോൾ റഹ്മത്തിന്റെ മലക്കുകൾ പറയും, പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, മൗത്ത് വേദനയൊക്കെ ഉണ്ടാവും, പക്ഷെ പേടിക്കണ്ട, നിങ്ങളെ പ്രതിഫലം അല്ലാഹു തആല കുറക്കൂല. ഫഇന്ന ലക്കും സവാബ മുളാഅഫൻ, നിങ്ങൾക്കുള്ള പ്രതിഫലം അങ്ങ് പരലോകത്ത് ആഖിറത്തിൽ വെച്ച പ്രതിഫലം ഇരട്ടിയാണ്, ഇരട്ടി പ്രതിഫലമാണ്. മൂന്നാമതായ ആളുകൾ, മൂന്നാമത്തെ വിഭാഗമാരാണ് ലിത്തായിബീൻ. എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഒരാൾക്കും 5 പൈസ കൊടുക്കാനില്ല, ഒരാളെയും ഗീബത്ത് പറഞ്ഞത് നമീമത്ത് പറഞ്ഞത് ബാക്കി വെച്ചിട്ടില്ല, എല്ലാം പൊരുത്തപ്പെടിച്ചു. ചെയ്യേണ്ടതെല്ലാം ചെയ്ത്, പൊരുത്തപ്പെടിക്കേണ്ടതെല്ലാം പൊരുത്തപ്പെടിച്ച്, കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത്, എന്നാലല്ലേ തൗബ സ്വീകരിക്കൂ. ലക്ഷക്കണക്കിന് കടം ഉണ്ട്, ഈ മയ്യത്തിന്റെ കടം ആരെങ്കിലും ഏറ്റെടുക്കുമോ? അതെല്ലാം ആ മകൻ എന്താ പേര് പറഞ്ഞ ഇപ്പൊ ആരെങ്കിലും പേരായി പോകും, അതുകൊണ്ട് പേര് പറഞ്ഞില്ല. മകൻ ഫുലാൻ ഏറ്റെടുത്തിരിക്കുന്നു, 1 ലക്ഷം റുപ്യ കടയുണ്ട്. അന്നേരം മറ്റുള്ളവരെല്ലാം പറയുന്നേ, ഓൻ തരാനുണ്ടെങ്കിൽ അന്നാ മതി, ഓൻ തരാനുണ്ടെങ്കിൽ അന്നാ മതി, എന്റെ ഉപ്പാന്റെ ഏറ്റെടുക്കുന്ന. അപ്പൊ മയ്യത്ത് നിസ്കാരം നടക്കണ്ടേ, അതുകൊണ്ട് ഓൻ പറയും, കടയെല്ലാം ഫുലാൻ ഏറ്റെടുത്ത്, കടയെല്ലാം ഫുലാൻ ഏറ്റെടുത്തിട്ടുണ്ട്, എന്നാ പിന്നെ നിസ്കരിക്കാന്ന് പറയും. അല്ലാഹു തആല എല്ലാ കടത്തിലും നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. 5 പൈസ കടമില്ലാത്ത രൂപത്തിൽ മരിക്കാൻ കഴിയണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കടക്കാരായി നമ്മൾ പലരും ഉണ്ട്. കടമില്ലാതെ സാധാരണക്കാരായ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കടം ഉണ്ടാകും, പക്ഷേ ആ കടം വാങ്ങിയാൽ ഉടനെ കൊടുക്കണം. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് അറിയുന്നത്? കടം വാങ്ങിയ ആൾക്കൊരു കൂസലും ഉണ്ടാവില്ല, കടം കൊടുത്താളാ കൊടുങ്ങുക. വാങ്ങിയ ആൾക്ക് യാതൊരു എളുപ്പം ഉണ്ടാവില്ല. കടം തിരിച്ചു തരുവോ ഇല്ല, തിരിച്ചു കൊടുക്കുകയില്ല. ഇനി അഥവാ ചോദിച്ചാലോ, ചോദിച്ചാൽ ഭയങ്കര കുൽമാലായി. ഓൻ ചോദിച്ചാൽ ഓൻ ചോദിച്ചത് ഇവന്റെ അടിയാധാരം എന്നല്ലല്ലോ ചോദിച്ചത്, ഓൻ ചോദിച്ചത് ഓന് കൊടുക്കാനുള്ള പൈസക്കാ ചോദിച്ചത്. പക്ഷേ അത് കൊടുക്കൂല എന്ന് മാത്രമല്ല, ചോദിച്ചതിന്റെ പേരിൽ കുൽമാലായി പോയി. പിന്നെ അറിയോ, കടം കൊടുത്ത ആള് വാങ്ങിയ ആളെ കാണുമ്പോൾ മുങ്ങി അടക്കേണ്ട അവസ്ഥ അങ്ങനെയുണ്ട്. ചോദിച്ചുകൊണ്ട് വലിയ പ്രശ്നമായി, കുൽമാലായി. കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കും ചിലപ്പോ അന്നേരം ഭയങ്കര കുൽമാലായി പോയി. കടം ചോദിച്ചുകൊണ്ട് 10,000 റുപ്യൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് അത് പിന്നെ ചോദിക്കണ്ടേ, 100 റുപ്യ 50 റുപ്യ വാങ്ങിക്കൊണ്ടുപോയിട്ട് എന്നോടൊരാൾ കടം ചോദിച്ചു. ഞാൻ ചിലപ്പോ ഈ ഇടക്കാലത്ത് ചിലപ്പോ ഇന്നോവ എടുത്തിട്ട് വരും, ചിലപ്പോ സ്വിഫ്റ്റ് എടുത്തിട്ട് വരും. അതെല്ലാം ചിലപ്പം വേറെ ആരെങ്കിലും ആയിരിക്കും. ഇപ്പൊ എന്നോട് ഒരു കൊല്ലം ഞാൻ ഇന്നോവ ഓടിച്ചു. അപ്പൊ ഇപ്പൊ കുറെ ആൾ എന്നോട് നിങ്ങളെ ഇന്നോവ എടുപ്പിക്കും. ഞാൻ അതിന്റെ ഉടമസ്ഥൻ കൊണ്ടുപോയി. അപ്പൊ ഇങ്ങനെ ഇത് കണ്ടിട്ട് ചിലപ്പോ ചില ആൾക്കാർ വന്നിട്ട് ചോദിക്കും ഒരു 5 ലക്ഷം റുപ്യ. ഇപ്പൊ ഒരാള് ചോദിച്ചു 2 ലക്ഷം രൂപ, എങ്ങനെയെങ്കിലും 2 ലക്ഷം റുപ്യ നിങ്ങളുടെ അടുത്ത് ഇല്ലാണ്ടിക്കൂല. അയാളോട് എന്റെ അടുത്ത് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാനിട്ട് അയാളോട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഇതാ ഇന്ന് വരെ 1 ലക്ഷം റുപ്യ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇത് എന്റെ 1 ലക്ഷം റുപ്യ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. പിന്നെ എങ്ങനെ എന്റെ അടുത്ത് 2 ലക്ഷം റുപ്യ ഉണ്ട്? 1 ലക്ഷം റുപ്യ കൈ പിടിച്ചിട്ട് അതാ എന്റേതാണിത് എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ 2 ലക്ഷം റുപ്യ എങ്ങനെ ഉണ്ടാകാം? വേറെ ആളെടുത്ത് അപ്പരിപാടിക്ക് ഞാനില്ല. വേറെ ആളെടുത്ത് വാങ്ങി തന്നിട്ട് പിന്നെ ഞാനും വേറെ ആളും തെറ്റിപ്പോണം. ഇയാളെ പിന്നെ അഡ്രസ് ഉണ്ടാവില്ല. ഒരാൾ എന്നോട് 15,000 റുപ്യ കടം വാങ്ങി. 15,000 റുപ്യ കടം വാങ്ങി. കടം വാങ്ങിയത് ഭയങ്കര രസാണ്. ജ്യേഷ്ഠനിക്ക് തീരെ സുഖമില്ല, ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ
അങ്ങനെ പെട്ടെന്ന് എന്നെ ഇടിച്ച് തള്ളിയിട്ടതാണ്. ഞാൻ ഉള്ള പൈസ അയാൾക്ക് പെറുക്കിയിട്ട് കൊടുത്ത് 5,000 രൂപ കൊടുത്ത്. ഇപ്പൊ അയാളെ കാണുമ്പോൾ ഞാൻ മുങ്ങേണ്ട അവസ്ഥയിലാണ്. അയാളെ കാണുമ്പോൾ ഞാൻ മുങ്ങല. കാരണം എന്താ, ഞാൻ അതിനെ പറ്റിയിട്ട് അയാൾ തരുന്നില്ല, അയാൾ വിളിച്ചിട്ട് 1-2 ആളോട് പറഞ്ഞ വിഷയത്തിൽ അയാൾക്ക് വലിയ വിഷമങ്ങളെല്ലാം ഉണ്ട്. എന്നോട് ചോദിച്ചാൽ എന്റെ പൈസയിൽ അത് തരണ്ടേ, അത് ഇന്ന് വരെ തന്നിട്ടില്ല. അപ്പോ ഞാനത് കമ്മിറ്റിക്കാരുടെ അടുത്ത് വരെ പരാതി പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ജ്യേഷ്ഠന്റെ വിഷയത്തിൽ ഒരുപാട് മെനക്കെട്ട് അയാളെ ചികിത്സക്കെല്ലാം ധാരാളം പൈസ നമ്മൾ എല്ലാവരും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കമ്മിറ്റിക്കാർ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇയാൾ പിന്നെ എന്തിനാണ് ജ്യേഷ്ഠന്റെ പേര് പറഞ്ഞിട്ട് പൈസ വാങ്ങിയത് എന്നറിയില്ല. അപ്പൊ ഇതെല്ലാം കൂടി സങ്കീർണമായ ഒരു വിഷയമാണ്. ഇവിടെ ഒന്നല്ലേ, വേറെ നാട്ടില്. അപ്പൊ ഏതായാലും അയാളെ കാണുന്ന ഇപ്പൊ ഞാൻ മുങ്ങി നടക്കലാണ്. കടം കൊടുത്ത ആള് മുങ്ങി നടക്കേണ്ട ഒരു കാലാണ്. കടം ഇല്ലാത്ത അവസ്ഥയിൽ അല്ലാഹു തആല നമ്മളെ ഇസ്സത്ത് അല്ലാഹു നൽകട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, തൗബ ശരിയാണെങ്കിൽ, തൗബ സ്വീകരിക്കണമെങ്കിൽ കടം ഉണ്ടാകാൻ പാടില്ല, കടത്തിൽ നിന്ന് ഒഴിവാകണം. അല്ലെങ്കിൽ അപ്പൊ റമദാനിലൊക്കെ നമ്മളിങ്ങനെ ഘോരമായ തൗബ ചെയ്യും. പക്ഷേ കടം വാങ്ങിയ ആള് അവധിക്ക് കടം വാങ്ങിയതാണെങ്കിൽ അവനോട് പോയിട്ട് പറയണം, നീ നിന്റെ അവധി നീട്ടിത്തരണം എന്ന്. ഞാൻ ഒരാൾക്ക് വലിയൊരു പൈസ കൊടുക്കാനുണ്ട്. ഈ റമദാന്റെ തുടക്കത്തില് ആദ്യം ഒരു ഡേറ്റ് പറഞ്ഞാൽ അത് മാറ്റി. ഞാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞു അത് മാറ്റിയിട്ട് ഇന്ന ഡേറ്റ് ആക്കി തരണം, റമദാനിലേക്ക് തരാന്ന് പറഞ്ഞു. അത് കൊടുക്കാനാത്തോണ്ട് ഞാൻ പറഞ്ഞു റമദാൻ കഴിഞ്ഞിട്ട് തരും എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ്. അപ്പൊ അയാൾ അംഗീകരിച്ചു, റമദാൻ കഴിഞ്ഞിട്ട് തരും. അങ്ങനെ കടം കൊടുക്കാനുള്ള ആളുകളോട് ആ കടത്തെ സംബന്ധിച്ച് പറഞ്ഞ് ഇഖ്റാർ ചെയ്യണം. ഇഖ്റാർ ചെയ്യണം, ഇടക്ക് പോയിട്ട് പറയണം, നിനക്ക് ഞാൻ ഇത്ര തരാനുണ്ട്. ഉണ്ട്, അത് ഡേറ്റ് കഴിഞ്ഞു പോയി, പിന്നെ കുറച്ച് കൂടി അവധി നീട്ടി തന്നാലേ നമ്മളെ ദുആ അല്ലാഹു സ്വീകരിക്കൂ. ചെറിയ വിഷയമല്ല. നമ്മളെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഈ കടം തന്ന ആൾ നമുക്ക് അവധി നീട്ടിത്തരണം, അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്ത് തരണം, ഒഴിവാക്കി തരണം. അല്ലാഹു കടം കൊടുക്കുക എന്നുള്ളത് സുന്നത്തായ ഒരു കാര്യമാണ്. നമ്മൾ സദഖ കൊടുക്കൽ സുന്നത്തായതുപോലെ നമ്മൾ ഒരാൾ കടം ചോദിച്ചു വന്നാൽ കടം കൊടുക്കലും സുന്നത്താണ്. അല്ലാഹു വലിയ കൂലിയെല്ലാം തരും. ചില ആളുകൾ വിചാരിക്കുന്നത് ഇപ്പൊ അസുന്നത്ത് തൽക്കാലം വേണ്ടാന്ന്. കാരണം കൊടുത്ത പൈസ കിട്ടുന്നില്ല. കൊടുത്തതിന്റെ മോള് ഇപ്പൊ ഇന്നലെ ഒരാൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു 3,000 രൂപ വാങ്ങിയത് ഓർമ്മ ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട്. 3,500 വേറൊരു സന്ദർഭത്തിൽ വാങ്ങിയിട്ടുണ്ട്, അത് ഓർമ്മ ഉണ്ടോ? അത് ഓർമ്മയില്ല. 6,500 എനിക്ക് തരേണ്ടത്. ഞാൻ അവരോട് പറഞ്ഞു ഏതായാലും 6,500 തരുമോ, അതിന്റെ കൂടെ ഒരു 18,500 കൂടി ചേർത്തിട്ട് ഒരു 25 രൂപ എനിക്ക് നല്ല പൈസേന്റെ ആവശ്യമില്ല. അപ്പൊ നോക്കുമ്പോ ഓറ് ഇതെന്തിനാ കണക്ക് പറഞ്ഞ് തരണ്ടിയിട്ടല്ല. ഓറ് കണക്ക് പറഞ്ഞത് 6,500 കൂടെ ഒരു 3,500 കൂടി ഒരു 10 രൂപ ഒന്നിച്ചു തരാന്ന്. അപ്പൊ
ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ, ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ, ആളുകളെ തമ്മിൽ തെറ്റിപ്പിക്കുന്നതല്ല, ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാർ, ഉഖ്റവിയായ ആലിമീങ്ങൾ. അക്കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. അങ്ങനെയുള്ള ആലിമീങ്ങൾ, അവരോട് മലക്കുകൾ വന്ന് പറയുന്ന രംഗം എന്താണെന്നറിയോ? അവര് വെറും പണ്ഡിതന്മാരല്ല, യുഅല്ലിമൂനന്നാസൽ ഖൈറ, അവർ ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുത്ത പണ്ഡിതന്മാരാണ്. വഅമിലൂ ബിൽ ഇൽമി, ഇൽമനുസരിച്ച് അവർ പ്രവർത്തിച്ചിട്ടുമുണ്ട്. അവരോട് പറയപ്പെടുകയാണ് ലാ തഖാഫു മിൻ അഹ്വാലി യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ ഉണ്ടാകുന്ന ഭയവിഹ്വലതകൾ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ ദുഃഖിക്കണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്. ലക്കും വലിമൻ ഇഖ്തദാ ബിക്കും, നിങ്ങൾക്കുമുണ്ട്, നിങ്ങളെ പിന്തുടർന്ന നിങ്ങളെ അനുയായികൾക്കുമുണ്ട്. പണ്ഡിതന്മാരോട് പറയാം, നിങ്ങൾക്കുണ്ട്, നിങ്ങളെ കൂടെ കൂടിയ ആളുകൾക്കുണ്ട് സ്വർഗമുണ്ട്. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.